നമസ്കാരം, ന്യൂസ് ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോൺഗ്രസിലെ സീറ്റ് തർക്കത്തിൽ നേരിട്ടിടപെട്ട് സോണിയാഗാന്ധി. കാര്യങ്ങൾ സോണിയെ ധരിപ്പിച്ചെന്ന് VM സുധീരൻ. തർക്കമുള്ള 30 സീറ്റിൽ പാനൽ നൽകും. ഇന്ന് 5 സീറ്റിൽ ധാരണയായി. പാറശാലയിൽ AT ജോർജ് തന്നെ. അനുരഞ്ജനത്തിന് ശ്രമിച്ച ചെന്നിത്തലയോട് ക്ഷുഭിതരായി A ഗ്രൂപ്പ് നേതാക്കൾ. പ്രചാരണത്തിന്റെ അങ്കത്തട്ടിലിറങ്ങി LDF സ്ഥാനാർത്ഥികൾ. അങ്കമാലിയിൽ ജോസ് തെറ്റേലിനെ നിർത്തുന്നതിനെ ചൊല്ലി JDS-ൽ തർക്കം. NCP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. തോമസ് ചാണ്ടിയും AK ശശീന്ദ്രനും വീണ്ടും രംഗത്ത്. പാലായിൽ മാണി സി കാപ്പൻ തന്നെ. കൊൽക്കത്തയിൽ നിർമ്മാണത്തിലിരുന്ന ഫ്ലൈ ഓവർ തകർന്ന് 14 പേർ മരിച്ചു. 100ഓളം പേർക്ക് പരിക്ക്. നിർമ്മാണത്തിലെ പാളിച്ചയെ ചൊല്ലി രാഷ്ട്രീയ വിവാദവും. വർക്കല ശിവപ്രസാദ് വധക്കേസിൽ 7 പ്രതികൾക്ക് ജീവപര്യന്തം തടവും 2 ലക്ഷം രൂപ പിഴയും. 6 ലക്ഷം രൂപ കുടുംബത്തിന് നൽകണം. ഉരുട്ടിക്കൊലക്കേസിൽ ഉദയകുമാറിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നൽകണമെന്ന് ഹൈക്കോടതി. ആറ്റിങ്ങൽ ഇരട്ടക്കൊലക്കേസിൽ വിധി പറയുന്നത് മാറ്റി. 2020 ലോകകപ്പിന്റെ സെമി ഫൈനലിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ഇന്ത്യക്ക് ഭേദപ്പെട്ട തുടക്കം. 43 റൺസ് എടുത്ത രോഹിത് ശർമ്മ പുറത്ത്. വിശദമായ വാർത്തകളിലേക്ക്. കോൺഗ്രസിലെ സീറ്റ് തർക്കവുമായി ബന്ധപ്പെട്ട് തിരക്കിട്ട കൂടിയാലോചനകൾ ദില്ലിയിൽ നടക്കുകയാണ്. ഇതുവരെയുള്ള ചർച്ചകളുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ ER രാഗേഷ് ലൈനിലുണ്ട്. രാഗേഷ്, ഇപ്പോൾ ഏത് നിലയിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്? സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ കൂടിയാലോചനകളും ചർച്ചകളും നടക്കുന്നുണ്ടല്ലോ. നാളെ തെരഞ്ഞെടുപ്പ് സമിതിക്ക് മുമ്പ് അന്തിമമായി തീരുമാനമെടുക്കാൻ കഴിയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുമോ? വിജയൻ, സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. നിലവിൽ 50ലധികം സീറ്റുകളിൽ മാത്രമാണ് ധാരണയായിട്ടുള്ളത്. ഏതാണ്ട് 30-നടുത്ത് സീറ്റുകളിൽ ഇനിയും ധാരണയായിട്ടുണ്ട്. അവിടെ പാനലാണ് ഉള്ളത്. ഉച്ചയ്ക്ക് ശേഷം 5 മണിക്ക് വീണ്ടും സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ചേരുകയുണ്ടായി. ഈ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ പരമാവധി സീറ്റുകളിൽ ധാരണയാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ പല മണ്ഡലങ്ങളുടെ കാര്യത്തിൽ ഇപ്പോഴും പാനൽ നൽകാനുള്ള ഒരു നീക്കം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം A ഗ്രൂപ്പും I ഗ്രൂപ്പും അതോടൊപ്പം തന്നെ സുധീരനും ചില പേരുകൾ പല മണ്ഡലങ്ങളിലും നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലങ്ങളിൽ പാനലായിരിക്കും സമർപ്പിക്കുക. നേരത്തെ സുധീരൻ ഉന്നയിച്ചിരുന്ന മന്ത്രിമാർക്ക് സീറ്റ് നൽകാനാവില്ലെന്ന് VM സുധീരൻ വ്യക്തമാക്കിയിരുന്നു. ആ മണ്ഡലങ്ങളിൽ ഏതായാലും പാനൽ തന്നെ സമർപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. മാത്രമല്ല, ഇതിനു പുറമെ നിലമ്പൂർ, പെരുമ്പാവൂർ തുടങ്ങിയ മണ്ഡലങ്ങളിലും ഒന്നിലധികം പേരുകൾ പട്ടികയിലുണ്ട്. അവിടെയും പാനലായിരിക്കും സമർപ്പിക്കുക. മാത്രമല്ല, ഘടകകക്ഷികളുമായുള്ള ചർച്ചകൾ ഇനിയും പൂർത്തീകരിക്കേണ്ടതുണ്ട്. ആർസിയുമായി ചർച്ച നടത്തേണ്ടതുണ്ട്. ലീഗിന് സീറ്റിന്റെ കാര്യത്തിൽ ചർച്ചകൾ അവശേഷിക്കുന്നു. ഇന്നിപ്പോ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിനിടയിൽ വെച്ച് തന്നെ കോൺഗ്രസ് നേതാക്കൾ ഈ ഘടകകക്ഷി നേതാക്കളുമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. ആ ചർച്ചകൾ പൂർത്തിയാക്കാനുള്ള നീക്കമാണ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് നടക്കുന്നത്. ഏതായാലും ചില സീറ്റുകളുടെയെങ്കിലും കാര്യത്തിൽ, ഏതാണ്ട് 10 സീറ്റുകളുടെയെങ്കിലും കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുക സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെട്ട തെരഞ്ഞെടുപ്പ് സമിതി തന്നെയായിരിക്കും. കെ ബാബു ഒപ്പം തന്നെ ബെന്നി ബെഹനാൻ തുടങ്ങിയവർ, KC ജോസഫ് തുടങ്ങിയവരെ മത്സരിപ്പിക്കരുതെന്ന നിലപാട് VM സുധീരൻ ആവർത്തിക്കുകയാണ്. ഇന്ന് സോണിയാഗാന്ധിയെ കണ്ടും സുധീരൻ തന്റെ നിലപാട് ആവർത്തിച്ചു. ഇത്തരത്തിൽ ആരോപണ വിധേയരായ MLA-മാർക്ക് സീറ്റ് നൽകിയാൽ അത് ജയസാധ്യതയെ ബാധിക്കുമെന്നാണ് സുധീരന്റെ നിലപാട്. വൈകിട്ടായിരുന്നു VM സുധീരൻ കൂടിക്കാഴ്ച നടത്തിയത്. രാവിലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സിറ്റിംഗ് MLA-മാർക്ക് സീറ്റ് നൽകണം, ആരോപണം അടിസ്ഥാനരഹിതമാണ് തുടങ്ങിയ കാര്യങ്ങൾ മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചു. മാത്രമല്ല, ഇവരെ മത്സരിപ്പിച്ചില്ലെങ്കിൽ താനും മാറി നിൽക്കാമെന്ന നിലപാട് മുഖ്യമന്ത്രി ഇന്നും ആവർത്തിക്കുകയാണ് ഉണ്ടായത്. ഏതായാലും സുധീരനും ഉമ്മൻചാണ്ടിയും നിലപാട് കടുപ്പിക്കുന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് സമിതി തന്നെയായിരിക്കും ഇനി ആരൊക്കെ ഒഴിവാക്കാമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുക. ഏതായാലും നിലവിൽ ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് സുധീരനെയും ഉമ്മൻചാണ്ടിയും പൂർണ്ണമായും തള്ളാതെയുള്ള തീരുമാനം ഒരു സമവായത്തിന്റെ പാത തന്നെയായിരിക്കും ഹൈക്കമാൻഡ് സ്വീകരിക്കുക. രാകേഷ്, തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിന് മുമ്പ് കേരളത്തിലെ നേതാക്കൾക്കിടയിൽ ഒരു സമവായം ഉണ്ടായ ശേഷം ഒരു സ്ഥാനാർത്ഥി പട്ടിക തെരഞ്ഞെടുപ്പ് സമിതിക്ക് മുന്നേ വരാനുള്ള സാധ്യത ഇപ്പോഴത്തെ നിലയിൽ കുറവാണെന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ, അല്ലേ? തീർച്ചയായും ഏതാണ്ട് 10ലധികം മണ്ഡലങ്ങളെങ്കിലും പാനൽ വരാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. ഇപ്പോൾ 30ഓളം അടുത്ത മണ്ഡലങ്ങളിൽ ഒന്നിലധികം പേരുകൾ നിലവിലുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ചേർന്ന സ്ക്രീനിംഗ് കമ്മിറ്റി പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ഈ പരമാവധി മണ്ഡലങ്ങളിൽ ഒറ്റ പേരായി സമർപ്പിക്കുക എന്ന കാര്യമാണ്. അപ്പോൾ തന്നെ ഘടകകക്ഷികളുടെ സീറ്റിന്റെ കാര്യത്തിൽ ഒരു ധാരണയിലെത്തുക. ആ ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. മാത്രമല്ല, പ്രധാനമായും VM സുധീരൻ തർക്ക വിഷയമായി ഉന്നയിച്ച മണ്ഡലങ്ങളുടെ കാര്യത്തിൽ ഒരു വിശദമായ ചർച്ചകൾ ഇന്ന് നടന്നിട്ടില്ല. മാത്രമല്ല, അതിൽ പാറശാലയുടെ കാര്യത്തിൽ മാത്രമാണ് ഇന്ന് ചർച്ച നടന്നത്. അവിടെ AT ജോർജിനെ മത്സരിപ്പിക്കാൻ ധാരണയായിരിക്കുന്നു. മറ്റ് 4 മണ്ഡലങ്ങളിൽ, തൃപ്പൂണിത്തുറ അടക്കമുള്ള മണ്ഡലങ്ങളിൽ ഒരു വിശദമായ ചർച്ച ഇന്നുണ്ടായിട്ടില്ല. അത് നേരത്തെ തന്നെ തീരുമാനിച്ച പ്രകാരം സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെട്ട കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിക്ക് സുധീരൻ കൂടി ഉന്നയിച്ച പേരുകൾ നിർദ്ദേശിച്ചുകൊണ്ട് ഒരു പാനൽ സമർപ്പിക്കാൻ തന്നെ തീരുമാനം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വിജയൻ.
രാകേഷിലേക്ക് വീണ്ടും വരേണ്ടതുണ്ട്, വിശദാംശങ്ങൾക്ക് വീണ്ടും വരേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി രാജൻ. അദ്ദേഹം കൊച്ചി സ്റ്റുഡിയോയിലുണ്ട്. KPCC മീഡിയ സെൽ കൺവീനർ ഷെഫിൻ ഇപ്പോൾ തിരുവനന്തപുരം സ്റ്റുഡിയോയിലുമുണ്ട്. അതുപോലെ നമ്മൾ കോൺഗ്രസ് നേതാക്കളെ ഈ ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഷുക്കൂർ, കോൺഗ്രസ് നേതാവ് ഷുക്കൂർ ആലപ്പുഴ സ്റ്റുഡിയോയിലുമുണ്ട്. മറ്റു നേതാക്കളെ നമ്മൾ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യം ശ്രീ ഷുക്കൂറിലേക്ക്. ശ്രീ ഷുക്കൂർ, നമുക്കറിയാം കോൺഗ്രസിൽ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഒരു സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നീണ്ടുപോകുന്നത് സ്വാഭാവികമാണ്. അതിൽ കാലതാമസമുണ്ടാകും, ചർച്ചകളൊക്കെ നടക്കും. പക്ഷേ ഇത്തവണത്തെ ചർച്ചയുടെ കാര്യത്തിൽ ചില വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. കാരണം VM സുധീരൻ മുന്നോട്ട് വയ്ക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗ്രൂപ്പ് സമവാക്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളല്ല, ചില 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 പ്രത്യയശാസ്ത്ര പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ധാർമ്മികമായ ചില പ്രശ്നങ്ങളെന്നും പൊതുസമൂഹത്തിന് തോന്നാവുന്ന ചില ചോദ്യങ്ങൾ, ചില വിഷയങ്ങൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇത് തന്നെയായിരിക്കുമല്ലോ തീരുമാനമെടുക്കാൻ ഹൈക്കമാൻഡിന് അത്ര വേഗത്തിൽ തീരുമാനമെടുക്കാൻ കഴിയാത്ത പോകുന്നതും അതുകൊണ്ട് തന്നെയായിരിക്കുമല്ലോ. എന്താണ് ഈ വിഷയത്തിൽ കോൺഗ്രസിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു ധാരണ എന്നാണ് താങ്കളെപ്പോലുള്ള നേതാക്കൾ കരുതുന്നത്? സുധീരൻ്റെ നിലപാടും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മുന്നോട്ട് വയ്ക്കുന്ന നിലപാടുകളും ഒക്കെ ചേർന്ന് എങ്ങനെ ഒരു സ്ഥാനാർത്ഥി പട്ടിക സമവായത്തോടെ വേഗത്തിൽ പുറത്തിറക്കാൻ കഴിയും? ഏതായാലും ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ശ്രീ വിജയകുമാർ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ മുമ്പാകെ വരുന്ന പട്ടികകൾ, അതായത് ഇവർ മൂന്നുപേരും കൂടിച്ചേർന്നുള്ള ഒരു പട്ടികയാണ്. അതിൽ ചില നിർദ്ദേശങ്ങൾ വ്യത്യസ്തമായിട്ട് മൂന്ന് ഭാഗത്തു നിന്നും വരാം. KPCC പ്രസിഡന്റ് ഭാഗത്തു നിന്ന് വരാം, മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വരാം, ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് വരാം. അത് സ്വാഭാവികമാണ്. കോൺഗ്രസിൽ അതിനകത്ത് വ്യത്യസ്തമായിട്ട്, അല്ലെങ്കിൽ പഴയതിനേക്കാൾ വളരെ കൂടുതൽ സങ്കീർണമാണ്, മറ്റു തരത്തിലാണ് എന്ന് പറഞ്ഞു പോകുന്നത് ശരിയല്ല. കോൺഗ്രസിനകത്ത് എല്ലാ കാലഘട്ടങ്ങളിലും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട്, ഇത്തരത്തിൽ അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ്. ഏതായാലും AICC വളരെ നേരത്തെ തന്നെ ഹൈക്കമാൻഡ് പറഞ്ഞിട്ടുണ്ട്, ശ്രീ ഉമ്മൻചാണ്ടിയും ശ്രീ രമേശ് ചെന്നിത്തലയും ശ്രീ VM സുധീരനും കൂടിച്ചേരുന്ന ഒരു സംവിധാനത്തിന്റെ ഭാഗമായി ഈ കാര്യങ്ങൾ കേരളത്തിൽ നിന്ന് തന്നെ ചർച്ച ചെയ്ത് വരട്ടെ. അങ്ങനെ ചർച്ച ചെയ്ത് രൂപപ്പെട്ടു വന്നിട്ടുള്ള ഒരു പാനൽ, അല്ലെങ്കിൽ അത്തരത്തിൽ വന്നിട്ടുള്ള പാനലിൽ സംബന്ധിച്ച് ചില നിലപാടുകൾ, ചില അഭിപ്രായങ്ങൾ, ഇതെല്ലാം കൂടി സ്വരൂപിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് സ്ഥാനാർത്ഥികൾ ഉണ്ടാകുകയാണ്. ആ പ്രക്രിയയുടെ ഒരു ഘട്ടത്തിലേക്ക് ഇപ്പോൾ കടക്കുകയാണ്, അന്തിമമായ ഘട്ടത്തിലേക്ക് AICC കടക്കുകയാണ്. അവിടെ AICC ഇവരെ മൂന്നുപേരെയും കേട്ട് അതിന്മേൽ തീരുമാനമെടുക്കും. ആ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നതിൽ ഒരു അഭിപ്രായ വ്യത്യാസവുമില്ലാതെ കോൺഗ്രസ് ഘടകങ്ങൾ അതിനെ അംഗീകരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെ ഒരുപാട് സാമൂഹ്യ സമവാക്യങ്ങളെ അതിനനുസരിച്ചും, അതോടൊപ്പം തന്നെ പുതുമുഖങ്ങൾ, ചെറുപ്പക്കാർ, വിദ്യാർത്ഥികൾ, മഹിളകൾ എല്ലാവരും അടങ്ങുന്ന ഒരു പട്ടിക വരും. ആ പട്ടികയിലേക്ക് വരുന്നതിനുള്ള ചില വ്യത്യസ്തമായ അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ചില കാര്യങ്ങളാണ് ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്നത്. അത് പരിഹരിക്കാൻ ഒരു കാര്യം, നമുക്ക് ആലങ്കാരികമായി ഒരു സമവായത്തിനുള്ള ശ്രമം നടക്കുന്നതും അതുകൊണ്ട് വൈകുന്നു എന്നൊക്കെ പറയാം. പക്ഷേ താങ്കളെ പോലുള്ള നേതാക്കൾ ഇപ്പോൾ കേരളത്തിൽ ഇരിക്കുകയാണ്, ഇതൊക്കെ കാണുകയാണ്. LDFിന്റെ നേതൃത്വത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും പ്രവർത്തനം തുടങ്ങി, ക്യാമ്പയിൻ തുടങ്ങിക്കഴിഞ്ഞു. സ്ഥാനാർത്ഥികൾ വോട്ടർമാരെ നേരിൽ കണ്ടു തുടങ്ങുന്നു. CPIMന്റെ LDFിന്റെ സ്ഥാനാർത്ഥി പട്ടിക വരുന്നതിന് മുമ്പ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക, UDFിന്റെ സ്ഥാനാർത്ഥി പട്ടിക വരണം എന്ന് KPCC ആഗ്രഹിച്ചിരുന്നു. നമുക്കറിയാം, ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ ആദ്യം മണ്ഡലങ്ങളിൽ തുടങ്ങി ഒരു പടി, പതിവിൽ കവിഞ്ഞ ഒരു പടി മുന്നിലേക്ക് കോൺഗ്രസ് വന്നതുമാണ്, UDF വന്നതുമാണ്. പക്ഷേ ആ ഉണ്ടായ മേൽക്കൈയൊക്കെ ഈ തർക്കത്തിൽ, ഈ ചർച്ചയിൽ ഇല്ലാതായില്ലേ? ഇപ്പോൾ ഫലത്തിൽ ഈ തർക്കങ്ങളൊക്കെ കഴിഞ്ഞ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് വേഗത്തിൽ ഇറങ്ങാവുന്ന ഒരു മാനസികാവസ്ഥയാണോ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കും പ്രവർത്തകർക്കും ഉള്ളത്? വിജയകുമാറെ, തെരഞ്ഞെടുപ്പ് ഡേറ്റ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് വരെ വളരെ വേഗത്തിൽ ഈ കാര്യങ്ങൾ വേണം എന്നുള്ള ധാരണ തന്നെയാണ് KPCCക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. കാരണം വളരെ വേഗത്തിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് ഞങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്നത്
13 ദിവസങ്ങളുടെ ഗ്യാപ്പ് മാത്രമേ ഉണ്ടാകൂ. ആ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഒരു 2 ആഴ്ചക്കകം തെരഞ്ഞെടുപ്പ് ഉണ്ടാകും, തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമം ഉണ്ടാകും എന്ന ചിന്തയായിരുന്നു ഞങ്ങൾക്കെല്ലാം ഉണ്ടായിരുന്നത്. എന്നാൽ പതിവിന് വിപരീതമായി ഏറ്റവും തെരഞ്ഞെടുപ്പ് ഈ ടൈമിലെ തെരഞ്ഞെടുപ്പ് ഷെഡ്യൂളിൽ ഏറ്റവും അവസാനത്തെ ഡേറ്റാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളത്തിന് വേണ്ടി വെച്ചത്. അപ്പോൾ തന്നെ KPCC പറഞ്ഞു, ഇപ്പോൾ നമ്മൾ വളരെ ധൃതി പഠിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന കാര്യങ്ങൾ ഇനി അത്തരത്തിലേക്ക് പോയാൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. വേറൊന്നുമല്ല, ഒരുപാട് തെരഞ്ഞെടുപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ പ്രയാസം ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. ഘടകങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള വൈഷമ്യങ്ങൾ വരും, പാർട്ടി യൂണിറ്റുകൾക്ക് വരും. അത് മാത്രമല്ല, പൊതുവായ തെരഞ്ഞെടുപ്പ് പ്രചാരണം അത്രയും ദൈർഘ്യം കൊണ്ടുപോകുക, ഇത് തന്നെ CPM-ന്റെ അകത്തും ആലോചന ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും CPM വളരെ നേരത്തെ കാര്യങ്ങൾ ആരംഭിച്ചുവെങ്കിലും ഇപ്പോഴും അന്തിമമായി പൂർണ്ണ ലിസ്റ്റിലേക്ക് വന്നില്ല. എന്നാൽ ഭാഗ്യമായി ലിസ്റ്റുകളിലേക്ക് വന്നു. ഇനി വളരെ കുറച്ചേ ഉള്ളൂ. അത് CPM LDF ശ്രീ ഷുക്കൂർ, താങ്കളിലേക്ക് ഞാൻ വേഗത്തിൽ വരാം. ഇപ്പോൾ KPCC മീഡിയ സെൽ കൺവീനർ ഷഫീർ കൂടി തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീ ഷഫീർ, നമുക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമായി അറിയാം. എന്താണ് VM സുധീരൻ ഹൈക്കമാൻഡിന് മുൻപിൽ ആവശ്യപ്പെടുന്നതെന്ന്? പാർട്ടിയെ ധിക്കരിച്ച, പാർട്ടി പറഞ്ഞാൽ കേൾക്കാത്ത അടൂർ പ്രകാശിനെ കോന്നിയിൽ മത്സരിപ്പിക്കാൻ കഴിയില്ല. അവസാനം 2 മന്ത്രിസഭാ യോഗങ്ങളിൽ എടുത്ത തീരുമാനങ്ങൾ മുഴുവൻ സർക്കാരിനെതിരായിരുന്നു. UDF സർക്കാരിൻ്റെ പ്രതിച്ഛായ ഈ മന്ത്രിയുടെ തീരുമാനത്തെ തുടർന്ന് വലിയ തോതിൽ കളങ്കപ്പെട്ടു. രാജിവെക്കുമ്പോൾ മുഖ്യമന്ത്രിയോട് പറഞ്ഞാൽ മതി, KPCC പ്രസിഡന്റിനോട് പറയണ്ട എന്ന് പറയുകയും ആരോപണത്തിൻ്റെ നിഴലിൽ നിൽക്കുകയും ചെയ്ത K ബാബുവിന് സീറ്റ് കൊടുക്കേണ്ടതില്ല. വലിയ തോതിൽ എതിർപ്പ് മണ്ഡലങ്ങളിൽ നേരിടുന്ന, തുടർച്ചയായി ജയിച്ചു വരുന്നുവെങ്കിലും മണ്ഡലങ്ങളിൽ പ്രാദേശിക നേതൃത്വം എതിർപ്പ് പറയുന്നവരെ മത്സരിപ്പിക്കേണ്ട, ഇത്തരം നിർദ്ദേശങ്ങളോട് ഹൈക്കമാൻഡിന് വിയോജിക്കാൻ കഴിയുമെന്ന് താങ്കളെപ്പോലുള്ള നേതാക്കൾ കരുതുന്നുണ്ടോ? ഇപ്പോൾ ഡൽഹിയിലെ സ്ക്രീനിംഗ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്തകളിൽ കുറച്ച് അർദ്ധസത്യങ്ങളുമുണ്ട്, കുറച്ച് സത്യങ്ങളല്ലാത്ത കാര്യങ്ങളുമുണ്ട്. ഞാനൊരു കാര്യം വിജയകുമാറിനോട് പറയാം. 2001 തെരഞ്ഞെടുപ്പിൽ ബഹുമാനായ ശ്രീ ഷുക്കൂർ ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിന് അറിയാം, 2001 തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് സ്ഥാനാർത്ഥികൾ പര്യടനം തുടങ്ങിയ പേരാവൂരും ആറന്മുളയിലും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥികളെ മാറ്റിയ ചരിത്രം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഗ്രൂപ്പ് ഉണ്ടെന്നുള്ള കാര്യം സത്യമാണ്. സ്വാഭാവികമായിട്ടും ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് സീറ്റ് ചോദിക്കുന്ന കാര്യവും സത്യമാണ്. ഇവിടെ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ സ്ക്രീനിംഗ് കമ്മിറ്റിക്കകത്ത് KPCCയുടെ അധ്യക്ഷൻ എന്ത് പറഞ്ഞു എന്ന് ഔദ്യോഗികമായി ഒരു കാര്യവും പുറത്ത് വന്നിട്ടില്ല. എന്നാൽ കേരളത്തിൽ തുടർച്ചയായി മത്സരിച്ചവർ ഒന്ന് മാറി നിൽക്കണം, യുവാക്കൾക്കും പുതുമുഖങ്ങൾക്കും അവസരം കൊടുക്കണം എന്ന് KPCCയുടെ അധ്യക്ഷൻ സ്ക്രീനിംഗ് കമ്മിറ്റിക്കകത്ത് പറഞ്ഞാൽ അത് വലിയ തെറ്റാണോ? നമുക്കറിയാം, ബഹുമാനായ ശ്രീ KC ജോസഫ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും സമ്പൂർണ്ണനായ മന്ത്രിയാണ്. അദ്ദേഹത്തോട് ഞങ്ങൾക്ക് ബഹുമാനമാണ്. അദ്ദേഹം കോട്ടയം ജില്ലയിൽ നിന്നും അവിടെ പോയി മത്സരിച്ച് 35 കൊല്ലമായിട്ട് തുടർച്ചയായിട്ട് മന്ത്രിയായി MLA ആയിരിക്കുന്ന ആളാണ്. അദ്ദേഹം 2 തവണ മലമ്പുഴയിൽ ബലിയാടായ ശ്രീ സതീശൻ പാച്ചേനിയെ പോലെ ഈ പറയപ്പെടുന്ന ധാരകളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇത്രയും കാലം പ്രവർത്തിച്ച 48 വയസ്സ് പൂർത്തിയായ സതീശൻ പാച്ചേനിക്ക് ഒരു അവസരം കൊടുക്കണമെന്ന് തെരഞ്ഞെടുപ്പ് സമിതിയിൽ അല്ലെങ്കിൽ സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ KPCCയുടെ ജനറൽ സെക്രട്ടറിയായ അദ്ദേഹത്തിന് വേണ്ടി ഒരു KPCCയുടെ പ്രസിഡന്റ് പറഞ്ഞാൽ അത് ഇത്ര വലിയ അപരാധമാകുന്നത് എങ്ങനെയാണ്? അതുപോലെ തന്നെ നമുക്കറിയാം, ആനക്കുഴിക്കാട്ടിൽ പിതാവും അദ്ദേഹത്തിൻ്റെ പരിവാരങ്ങളും കൂടി പറഞ്ഞപ്പോൾ ഏറ്റവും വലിയ പ്രകൃതി സ്നേഹിയായ ശ്രീ PT തോമസിനെ തെരഞ്ഞെടുപ്പിൽ നിന്ന് നമുക്ക് മാറ്റി നിർത്തേണ്ടി വന്നു. യഥാർത്ഥത്തിൽ PT തോമസ് അവിടെ നിന്നാൽ ഇടുക്കിയിൽ ജയിക്കും. അദ്ദേഹത്തിനെ ഒന്ന് പരിഗണിക്കണമെന്ന് കേരളത്തിലെ KPCC പ്രസിഡന്റ് പറഞ്ഞാൽ അത് അന്യായമാണെന്ന് ആർക്കാ പറയാൻ പറ്റുക? നമുക്കറിയാമല്ലോ, ബഹുമാനായ ശ്രീ ഷുക്കൂർ അദ്ദേഹം ആലപ്പുഴയിലും അമ്പലപ്പുഴയിലും ഒക്കെ മത്സരിച്ച ആളാണ്. അദ്ദേഹത്തിന് മത്സരിക്കാൻ അവസരം കിട്ടിയ ആളാണ്. പക്ഷേ നിങ്ങൾക്കറിയോ, പത്തനംതിട്ട ജില്ലയിൽ ശ്രീ മോഹൻ രാജിന് ഈ പാർട്ടിയിൽ മത്സരിക്കാൻ അവസരം കിട്ടിയിട്ടില്ല. ടോമി കല്ലാനി കോട്ടയത്ത് അദ്ദേഹം DCCയുടെ പ്രസിഡന്റാണ്. UDFന്റെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ചില കാരണങ്ങളാൽ അദ്ദേഹത്തിന് ഇതുവരെയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റിയിട്ടില്ല. കണ്ണൂരിൽ സുരേന്ദ്രന് മത്സരിക്കാൻ അവസരം ഇനി കിട്ടേണ്ടതാണ്. ഇവിടെ നിങ്ങൾക്കറിയാം, മലപ്പുറം ജില്ലയിൽ അവിടുത്തെ UDFുമായിട്ട് ബന്ധപ്പെട്ട സീറ്റുകളുടെ എണ്ണത്തിൻ്റെ കുറവ് കാരണം അവിടുത്തെ DC പ്രസിഡന്റ് മത്സരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം ഇത്രയേ ഉള്ളൂ, കുറേയേറെ പുതുമുഖങ്ങൾ വരണം. DCC പ്രസിഡന്റുമാരായി ഈ പാർട്ടിയെ ചുമന്നുകൊണ്ട് നടക്കുന്നവർക്ക് സീറ്റ് കിട്ടണം. ഇതൊക്കെ KPCC അധ്യക്ഷൻ അവിടെ പറഞ്ഞാൽ അതൊന്നും വലിയ വാർത്തയാക്കേണ്ട വിഷയങ്ങളേ ഇല്ല. പിന്നെ ഒരു കാര്യം കൂടി പറയാം. നമുക്കറിയാമല്ലോ,
ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2011 തെരഞ്ഞെടുപ്പിൽ 11 സീറ്റുകളിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ശ്രീ ഉമ്മൻചാണ്ടി സാറും ശ്രീ രമേശ് ചെന്നിത്തലയും അന്നത്തെ നേതാക്കന്മാരും കൂടി ചേർന്നുകൊണ്ട് യുവാക്കൾക്ക് സീറ്റ് കൊടുത്തു. തൃത്താല 35 കൊല്ലക്കാലം ഇടതുപക്ഷത്തിൻ്റെ കയ്യിലിരുന്ന തൃത്താല VT ബൽറാം പിടിച്ചെടുത്ത് കൊണ്ടുവന്നു. ആലുവയിൽ ശ്രീ യൂസഫ് എന്ന് പറയുന്ന നേതാവിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അൻവർ സാദത്ത് സീറ്റ് പിടിച്ചെടുത്തുകൊണ്ട് വന്നു. ഞാൻ പറഞ്ഞത് 11 സീറ്റിൽ യുവാക്കൾക്ക് സീറ്റ് കൊടുത്തപ്പോൾ 8 സീറ്റിൽ ജയിച്ചു. നമ്മുടെ ഭൂരിപക്ഷം എത്രയായിരുന്നു? 4 സീറ്റിന്റെ ഭൂരിപക്ഷമേ ഉള്ളൂ. ഷഫീർ, ഈ വിഷയത്തിൽ ഈ യുവാക്കളുടെ കാര്യവും മകളുടെ കാര്യവും പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ മാത്യു കുഴൽനാടൻ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ മാത്യു കുഴൽനാടൻ, താങ്കൾ ദില്ലിയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ 2 ദിവസമായി. ഈ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ടോ? ഇക്കാര്യത്തിൽ ഈ ചെറുപ്പക്കാർക്കും കൂടുതൽ സീറ്റ് നൽകണമെന്ന ആവശ്യവും ഉന്നയിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ പ്രതിനിധി കൂടിയാണല്ലോ ശ്രീ മാത്യു കുഴൽനാടൻ താങ്കൾ. ഈ ഗ്രൂപ്പ് മാനേജർമാരുടെ വലിയ സമ്മർദ്ദത്തിൽ ഇടയിൽപ്പെട്ട് ഹൈക്കമാൻഡിന് നിങ്ങളുടെയൊക്കെ ആവശ്യങ്ങൾ കേൾക്കാനെങ്കിലും സമയം കിട്ടുന്നുണ്ടോ? അതിനൊക്കെ അപ്പുറത്തേക്ക് പോയില്ലേ ഇവിടുത്തെ കാര്യങ്ങൾ? അല്ല, ഇതുവരെ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക വന്നില്ലല്ലോ. അന്തിമ സ്ഥാനാർത്ഥി പട്ടിക വരുന്നതിന് മുമ്പ് ആ നിലയിലുള്ള ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ പോകുന്നത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇപ്പോൾ സ്ക്രീനിങ് കമ്മിറ്റി യോഗങ്ങളാണ് നടക്കുന്നത്. സ്ക്രീനിങ് കമ്മിറ്റിയിൽ വരുന്ന പേരുകൾ ഈ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി കൂടുമ്പോൾ മാറാൻ പാടില്ല എന്നില്ല. സ്ക്രീനിങ് കമ്മിറ്റി ക്ലിയർ ചെയ്ത പേരുകളിൽ വേണ്ടത്ര യുവാക്കളോ വനിതകളോ ഇല്ല എന്ന് തോന്നിയാൽ അത് പുനഃപരിശോധിക്കുന്നതിനോ അതിൽ കൂട്ടിച്ചേർക്കലുകൾ വരുത്തുന്നതിനോ വേണ്ടിയിട്ടാണ് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി ചേരുന്നത്. അവിടെ സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധിയും AK ആന്റണിയും അടക്കമുള്ളവർ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയുടെ ഭാഗമാണ്. അവരുടെ അഭിപ്രായങ്ങൾ അവിടെ വരും. ഇതിനോടകം തന്നെ ഒരു ജനറൽ ഗൈഡ് ലൈൻ ഇപ്പോൾ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് ഉള്ള അല്ല സ്ക്രീനിങ് കമ്മിറ്റിയിൽ നിന്നും വരുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ അകത്ത് വരുമ്പോൾ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി വരുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകും. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതും ഈ തവണ വളരെ യുവാക്കൾക്കും പുതുമുഖങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്ന ഒരു മികച്ച പട്ടിക പുറത്തിറക്കാൻ പാർട്ടിക്ക് കഴിയുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ. പക്ഷേ ശ്രീ മാത്യു കുഴൽനാടൻ, കാര്യങ്ങൾ ശരിയാണ്, അത്തരമൊരു പ്രതീക്ഷ നിങ്ങൾക്കുണ്ട്. പക്ഷേ എവിടെ സീറ്റ് കൊടുക്കും? 4 തവണ മത്സരിച്ച ആളുകൾ മാറാൻ തയ്യാറാകുന്നില്ല. അവർക്ക് വേണ്ടി വാദിക്കാൻ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും പോലെയുള്ള നേതാക്കളുണ്ട്. അല്ലെങ്കിൽ തുടർച്ചയായി ജയിച്ചു വരുന്നവരൊക്കെ ഈ നേതാക്കന്മാരുടെ ഭാഗമാണ്. അവരെയൊക്കെ എങ്ങനെ മാറ്റും? വിജയസാധ്യത എന്ന ഒരൊറ്റ ഘടകം ചൂണ്ടിക്കാട്ടി ഉമ്മൻചാണ്ടി ഹൈക്കമാൻഡിന് മുന്നിൽ വാദിക്കുകയാണ്. അതിനു മുന്നിൽ മറ്റു വിഷയങ്ങൾ, അഴിമതി ആരോപണങ്ങൾ, ഈ ധാർമ്മിക പ്രശ്നങ്ങൾ, ചെറുപ്പക്കാരുടെ അവസരങ്ങൾ, അവരുടെ സാധ്യതകളൊക്കെ മാറ്റിവെക്കണം. കാരണം പ്രധാനപ്പെട്ട ഇലക്ഷനാണ് കേരളത്തിലേത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഭരണമില്ലാത്ത സാഹചര്യം. അസമിൽ ഇലക്ഷൻ നടക്കുന്നു. അസമിലും കേരളത്തിലും ഒരുപോലെ ഇലക്ഷൻ നടക്കുന്നു. അസമിൽ വലിയ ഫൈറ്റാണ് കോൺഗ്രസ് നടത്തുന്നത് തിരിച്ചു വരുന്നതിന് വേണ്ടി, നിലനിർത്തുന്നതിന് വേണ്ടി. കേരളത്തിലും അതുതന്നെയാണ് അവസ്ഥ. ഈ 2 സ്റ്റേറ്റ് നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അത് പരമാവധി ഒഴിവാക്കാനല്ലേ ഹൈക്കമാൻഡ് ശ്രമിക്കുകയുള്ളൂ. അതിനിടയിൽ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ, മാത്യു ഒക്കെ പറയുന്നത് പോലുള്ള പരീക്ഷണങ്ങൾക്ക് എവിടെ അവസരം? അല്ല ബിജുകുമാർ, ഇതിന്റെ ചെറിയൊരു വ്യത്യാസമുണ്ട്. യുവാക്കൾക്ക് വേണ്ടി സീറ്റ് ആവശ്യപ്പെടുന്നത് വിജയ സാധ്യതയുടെ മാനദണ്ഡത്തിലാണ്. പല ആവർത്തി മത്സരിച്ച അല്ലെങ്കിൽ പല ആവർത്തി ജനങ്ങൾക്ക് മുമ്പിൽ ചെന്ന മുഖങ്ങളെക്കാളും പുതുമയുള്ള അല്ലെങ്കിൽ ഊർജ്ജസ്വലരായ ചെറുപ്പക്കാർക്കാണ് വിജയ സാധ്യത എന്ന വാദമാണ് ഞങ്ങളുടെ പക്ഷത്തുനിന്നും KPC അധ്യക്ഷൻ പറയുന്നത്. അതല്ല യുവാക്കളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല. കാരണം ഇപ്പോ ഈ യുവാക്കളെ കൊണ്ടുവരണമെന്ന് പറയുന്നതൊന്നും ഇവിടുത്തെ കോൺഗ്രസിന്റെ ഏറ്റവും ഉറച്ച സീറ്റുകളിലല്ല. തന്നെയുമല്ല, അങ്ങനെ ഒരു വാദം ഒരു നേതാവിനുമില്ല. യുവാക്കളെ പരീക്ഷിച്ചാൽ വിജയസാധ്യത കുറവാണെന്ന് ആരും പറയുന്നില്ല. പക്ഷെ നിലവിലുള്ള MLA-മാരിൽ പലരും തുടർന്നും മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ അതിനോട് അനുകൂലമായ ചില നിലപാടുകൾ നേതാക്കൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അത് യുവാക്കൾക്കെതിരായിട്ട് അല്ലെങ്കിൽ യുവാക്കൾക്ക് വിജയസാധ്യതയില്ല എന്ന നിലയിലല്ല അതിനെ കാണുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. തീർച്ചയായിട്ടും ഈ യുവാക്കൾക്കുള്ള വിജയസാധ്യത പല നേതാക്കൾക്കും അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞു കേൾക്കപ്പെടുന്ന അല്ലെങ്കിൽ അവകാശപ്പെടുന്ന പല നേതാക്കൾക്കും ഇല്ല എന്ന് ആവർത്തിച്ച് അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കാം. ശ്രീ മാത്യു കുഴൽനാടൻ, ദയവായി ഈ ചർച്ചയിൽ തുടരണം. ഇപ്പോൾ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ P. രാജൻ കൊച്ചി സ്റ്റുഡിയോയിലുണ്ട്. ശ്രീ P. രാജൻ, താങ്കൾക്കറിയാം എത്രയോ നാളുകളായി കോൺഗ്രസിൻ്റെ വാർത്തകൾ സജീവമായി ശ്രദ്ധിക്കുന്ന ഒരാളാണ്.
കോൺഗ്രസിൽ പരമ്പരാഗതമായി ഉണ്ടായിരുന്ന ഗ്രൂപ്പ് സമവാക്യങ്ങൾ അത് ഈ തെരഞ്ഞെടുപ്പിലാണെന്ന് തോന്നുന്നു കാര്യമായി മാറുന്നത്. ഇപ്പോൾ VM സുധീറിനെ അനുകൂലിക്കുന്നവരും സുധീറിനെ എതിർക്കുന്നവരും എന്ന നിലയിലേക്ക് കോൺഗ്രസ് രാഷ്ട്രീയം പരിമിതപ്പെടുന്നു, ചുരുങ്ങുന്നു എന്നതാണ് ഈ ദില്ലിയിൽ നടക്കുന്ന ചർച്ചകളിലൂടെ നമ്മൾ കാണുന്നത്. VM സുധീരൻ KPCCയുടെ അധ്യക്ഷനായി ശേഷം അത് വളരെ കുറഞ്ഞ അദ്ദേഹം ഒരു 1-2 മാസം കൊണ്ട് ഈ ഗ്രൂപ്പ് സമവാക്യത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. പല കാര്യങ്ങളിലും സുധീറിനെ എതിർക്കുന്നതിന് വേണ്ടി രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും അവരുടെ അനുകൂലികളും ഒരുമിച്ച് ചേരുകയും സുധീറിനെ ഒരുമിച്ച് എതിർക്കുകയും ചെയ്യുന്ന സാഹചര്യം നമ്മൾ കണ്ടു. ഇപ്പോൾ അത് കുറെ കൂടി പ്രകടമാവുകയാണ് ദില്ലിയിലെ ഈ ചർച്ചകളിൽ. കോൺഗ്രസിലെ രാഷ്ട്രീയം, പ്രത്യേകിച്ച് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയം ഏത് ദിശയിലേക്ക് നീങ്ങുന്നുവെന്നാണ് താങ്കൾ നിരീക്ഷിക്കുന്നത്? താങ്കൾ ഈ പറയുന്ന രീതിയിലുള്ള ഒരു കുഴപ്പം അന്തിമമായ തെരഞ്ഞെടുപ്പ് രംഗത്ത് കോൺഗ്രസിലെ സീറ്റ് തർക്കം കൊണ്ടുണ്ടാകും എന്ന് കരുതുന്ന ആളല്ല ഞാൻ. ഇപ്പോഴും അവസാനമായി കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ്, സ്ക്രീനിങ് കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ് എന്ത് പേരിലിട്ട് വിളിച്ചാലും അവർക്ക് ചില പ്രാതിനിധ്യം കൊടുക്കുന്നതിനെ പറ്റിയുള്ള ചില പ്രശ്നങ്ങൾ വരുന്നു. അതായത് സ്ത്രീകൾ ഇപ്പോൾ 10-12 സീറ്റ് മാർക്സിസ്റ്റ് പാർട്ടി കൊടുക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കണം തുടങ്ങിയ കാര്യങ്ങളിൽ ചില തത്വങ്ങൾ സ്വീകരിക്കേണ്ടി വരും. അതിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നിങ്ങൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണെങ്കിൽ ഞാൻ സുധീരൻ്റെ നിലപാടിനോട് യോജിക്കുന്നില്ല. ഒരു തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ സുധീരൻ പറയുന്നത് ശരിയാണ്. എൻ്റെ മുമ്പ് സംസാരിച്ച കോൺഗ്രസ് സുഹൃത്തുക്കൾ, യുവാക്കൾ പറഞ്ഞതും വളരെ ശരിയാണ്. കാരണം 4 തവണ മത്സരിച്ചവരെ മാറ്റുക തുടങ്ങിയ ഒരു പൊതുതത്വം അംഗീകരിച്ച് യുവാക്കൾക്ക്, സ്ത്രീകൾക്ക്, പട്ടികജാതി അങ്ങനെയുള്ള ദുർബല വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം കൊടുക്കുന്ന തരത്തിൽ സീറ്റ് വിഭജനം നടത്തുന്നത് തന്നെയാണ് ശരി. അങ്ങനെ നടത്തിക്കൊണ്ട് പരാജയം കോൺഗ്രസിനുണ്ടായിട്ടുമില്ല. അത് എൻ്റെ മുമ്പിൽ സംസാരിച്ച സുഹൃത്തുക്കൾ പറഞ്ഞത് ശരിയാണ്. പക്ഷേ KPCC പ്രസിഡന്റ് അങ്ങനെ തന്നെയാണോ വാദിക്കുന്നതെന്ന് നിങ്ങളുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളുടെ റിപ്പോർട്ട് പറയുന്ന രീതിയിലാണെങ്കിൽ അങ്ങനെയല്ല സുധീരൻ സംസാരിക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നത്തിന് കാരണമാകുന്നത്. 4 തവണ തുടർച്ചയായിട്ട് മത്സരിച്ച് ആരെയും ഇത്തവണ കൊടുക്കരുത് എന്നല്ല, അങ്ങനെ ഒരു നിലപാടില്ല. അങ്ങനെ ഒരു നിലപാടുണ്ടെങ്കിൽ ആദ്യം തൊട്ടേ തെറ്റാണെന്ന് ഞാൻ വാദിക്കുന്ന ആളാണ്. എൻ്റെ അടുത്ത 2 സുഹൃത്തുക്കളാണ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 2 കോൺഗ്രസ്സുകാരും. അവർക്ക് സീറ്റ് കൊടുത്തത് തെറ്റ് തന്നെയാണെന്ന അഭിപ്രായമുണ്ട്. ഇവർക്കൊക്കെ ചെറുപ്പകാലത്ത് വേണ്ടി അറ്റ്ലീസ്റ്റ് എന്നെങ്കിലും അറിയാം എന്താണ് ഞാൻ നിലപാടെടുത്തേക്കണത്. അതുപോട്ടെ, അങ്ങനെയുള്ളൊരു തത്വം സുധീരൻ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ തന്നെ അക്കോമഡേറ്റ് ചെയ്യേണ്ട പല ആൾക്കാരുണ്ടായിരുന്നു. അവർ അക്കോമഡേറ്റ് ചെയ്തില്ല. ആ തത്വമല്ല. പിന്നെ ആരോപണം കേവലം ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റാവുന്ന ഒരു സ്ഥിതിയാണോ ഇന്നത്തെ ഇന്ത്യയിലത്തെ രാഷ്ട്രീയത്തിലുള്ളത്? ഒന്നുമില്ലെങ്കിൽ ചാർജ് ഷീറ്റ് കൊടുത്ത ആളായിരിക്കണം, അതും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കേസ് അന്വേഷണം നടത്തുന്ന ഒരാളായിരിക്കണം. ഇപ്പം പറയുന്നത് ശരിയാണെങ്കിൽ ബെന്നി ബെഹനാനെ സംബന്ധിച്ച് ഇത് രണ്ടും ബാധകമല്ല. അദ്ദേഹത്തിനെതിരായിട്ട് കേസില്ല. ഉമ്മൻചാണ്ടി പറയുന്ന ആ കാര്യത്തിൽ ശരിയാണ്. അദ്ദേഹത്തിൻ്റെ വിശ്വസ്തരായ ആളുകളുടെ ആരോപണമില്ലാതെ അവരെ മാറ്റിക്കഴിഞ്ഞാൽ, ഇത്രയും എത്തിച്ചിട്ട് അവരെ മാറ്റിക്കഴിഞ്ഞാൽ അവരെന്തോ തെറ്റ് ചെയ്തതായിട്ട് ആളുകൾ ധരിക്കും. അവർക്ക് വ്യക്തിപരമായ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് മാധ്യമങ്ങളിലെ ചർച്ച ശരിയാണെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. മാധ്യമങ്ങളിലെ ചർച്ച ശരിയാണെന്ന് എനിക്ക് 100% അഭിപ്രായമില്ല. കോൺഗ്രസിനകത്ത് എന്ത് ചർച്ച നടന്നു നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് അവരും ഒരു കണ്ടീഷനോടുകൂടിയാണ് പറയുന്നത്, ശരിയാണെങ്കിൽ എന്നാണ്. ശരിയാണെങ്കിൽ ഒരു തത്വമല്ല. തത്വമാണെങ്കിൽ ഈ പറയുന്ന 4 പേരുടെ പേര് മാത്രമായിട്ട് വരുന്നത് എങ്ങനെയാണ്? 4 തവണ മത്സരിച്ചവരെ മാറ്റണം, സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കാൻ ഇന്ന ഒരു മാനദണ്ഡം നിശ്ചയിക്കുന്നു, ഒരു ജില്ലയിൽ ഒരു സ്ത്രീക്കെങ്കിലും കൊടുക്കണം, അങ്ങനെ ഒരു മാനദണ്ഡം വയ്ക്കുന്നു. അത് അഴിമതി ആരോപണമുള്ളവരെ മാറ്റി നിർത്താം, അങ്ങനെ ഒരു മാനദണ്ഡമില്ല. ഇത് ആദ്യം തൊട്ടേ മാനദണ്ഡമില്ലാത്തതിൻ്റെ പ്രശ്നമാണ്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി തുടങ്ങിയ സംവിധാനങ്ങൾ കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്നു. അതില്ലാതെ ഇതെല്ലാം അക്കോമഡേറ്റ് ചെയ്യേണ്ടി വരും. മുന്നണി രാഷ്ട്രീയത്തിൽ പ്രധാനമായ ഒരു കാര്യമാണ്. പലരെയും അക്കോമഡേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ചിലർ മാറി നിൽക്കേണ്ടി വരും. ഇതെല്ലാം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പണ്ടും ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. നേരത്തെ ഇവിടെ പറഞ്ഞ ഉദാഹരണങ്ങൾ അവർ ചെറുപ്പക്കാരായതുകൊണ്ട് അവർക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ടായിരിക്കാം. എന്തിന് ലീലാതാമരൻ്റെ പേരച്ചടിച്ചു വന്നാണ്, എന്നിട്ട് അതിനുശേഷം ബാലറ്റ് പേപ്പറിൽ ഉണ്ണികൃഷ്ണൻ സ്ഥാനാർത്ഥിയായി. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് കണക്കാക്കേണ്ട കാര്യമില്ല. ഗ്രൂപ്പ് വഴക്കിൻ്റെ ഭാഗമായാൽ പോലും അതൊരു വലിയ ഇഷ്യൂ അല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇതൊക്കെ ഞാൻ പറയുമ്പോഴും മാനദണ്ഡങ്ങളിൽ വെച്ചിട്ടാണെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. നിർഭാഗ്യവശാൽ വ്യക്തികളെ നോക്കി മാനദണ്ഡങ്ങൾ ഒഴിവാക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഉള്ളത്. അതാണ് തർക്കത്തിന് കാരണം. അങ്ങനെയൊക്കെ ആണെങ്കിലും അത് പ്രത്യേകമായി ഒരു തെരഞ്ഞെടുപ്പിനെ വളരെ ദോഷകരമായി ഐക്യരാഷ്ട്ര മുന്നണിക്കോ കോൺഗ്രസിനെയോ ബാധിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. ശരിയാണ്, താങ്കളുടെ നിലപാട് അക്കാര്യത്തിൽ അതുതന്നെയാണ്. ഞാൻ ഇപ്പോൾ ഭാനുദേവൻ, അദ്ദേഹം പത്തനംതിട്ട DCC സെക്രട്ടറിയാണ്, ഐ ഗ്രൂപ്പിനെ പ്രതിനിധീകരിക്കുന്നത്. അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. ശ്രീ ഭാനുദേവൻ, അടൂർ പ്രകാശിന് സീറ്റ് നൽകുന്നില്ല എങ്കിൽ അത് കോൺഗ്രസിൻ്റെ
ബൂത്ത് തലം തൊട്ടുള്ള പ്രവർത്തകർ രാജിവെക്കും, തെരഞ്ഞെടുപ്പുമായി സഹകരിക്കില്ല എന്നാണ് താങ്കൾ ഇന്ന് വാർത്താക്കുറിപ്പിൽ അറിയിച്ചതും പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോഴും താങ്കൾ അത് പറഞ്ഞു. അടൂർ പ്രകാശിന് സീറ്റ് നൽകണമെന്ന് വാശി പിടിക്കുമ്പോൾ പാർട്ടിയെ ധിക്കരിച്ച, പാർട്ടി പറഞ്ഞത് കേൾക്കാതിരുന്ന ഒരു മന്ത്രിക്ക് സീറ്റ് നൽകേണ്ടതില്ല എന്നാണ് KPCC പ്രസിഡന്റ് അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അടൂർ പ്രകാശിൻ്റെ കാര്യത്തിൽ KPCC പ്രസിഡന്റ് നേരത്തെ തന്നെ ഒരു കാര്യം വ്യക്തമാക്കിയതാണ്. കരുണയുടെ കേസിൽ താങ്കൾക്ക് അറിവുള്ളതാണ്. ഈ കേസിൽ ഉത്തരവ് പിൻവലിക്കണം എന്ന് പറഞ്ഞ KPCC പ്രസിഡന്റിൻ്റെ ആവശ്യം അംഗീകരിച്ച് ഒരു ഉന്നതാധികാര സമിതി യോഗം ചേരുന്നു. ആ യോഗത്തിന് ശേഷം തീരുമാനമെടുക്കുന്നു, ആ ഉത്തരവ് പിൻവലിക്കേണ്ടതില്ല. ആ തീരുമാനം മാധ്യമങ്ങളോടാണ് പറഞ്ഞത്. യോഗം വിളിക്കാൻ നിർദ്ദേശിച്ച KPCC പ്രസിഡന്റിനെ അവിടെ പൂർണ്ണമായും അവഗണിച്ചു. ഇത് മന്ത്രിക്ക് പറ്റിയ വീഴ്ചയാണെന്ന് KPCC അധ്യക്ഷൻ മാധ്യമപ്രവർത്തകരോട് പറയുന്നു. ഇത് സർക്കാരിന് അവസാന മന്ത്രിസഭാ യോഗങ്ങളിൽ വലിയ തോതിൽ പാളിച്ചയുണ്ടാക്കിയ തീരുമാനത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണക്കാരൻ എന്ന നിലയിൽ റവന്യൂ മന്ത്രിക്ക് KPCC പ്രസിഡന്റ് കൊടുത്ത ഒരു സർട്ടിഫിക്കറ്റാണ്. എങ്ങനെ ഈ റവന്യൂ മന്ത്രി അടൂർ പ്രകാശിനെ KPCC പ്രസിഡന്റ് VM സുധീരൻ ഹൈക്കമാൻഡിന് മുന്നിൽ പിന്തുണയ്ക്കും? എന്താണ് അതിൽ നിങ്ങൾക്കുള്ള മറുപടി? ഭരണവും പാർട്ടിയും സംയോജിച്ചു പോകുന്ന സാഹചര്യത്തിൽ ഇതൊന്നും ഒരു പ്രശ്നമായി ഒരിക്കലും ഉണ്ടാകാറില്ല. ഇപ്പൊ KPCC പ്രസിഡന്റ് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട മന്ത്രിസഭ എടുത്ത തീരുമാനമാണ്. അടൂർ പ്രകാശ് സ്വന്തമായി ഒരു തീരുമാനവും എടുത്തിട്ടില്ല. അടൂർ പ്രകാശിനെ ഇതിൽ കുറ്റക്കാരനാക്കേണ്ടതായിട്ടില്ല. മന്ത്രിസഭ കൂട്ടായി എടുത്ത തീരുമാനവും അതോടൊപ്പം തന്നെ അത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അടൂർ പ്രകാശ് മാത്രമായി ഒരു തീരുമാനവും എടുത്തിട്ടില്ല. ഈ സാഹചര്യത്തിൽ അടൂർ പ്രകാശിനെ മാത്രം വേട്ടയാടുന്നത് ശരിയല്ല എന്ന് മാത്രമാണ് പറഞ്ഞത്. കോന്നിയിലെ ജനങ്ങളുടെ വികാരം, കോന്നിയില് ഇത്രയും നാള് ഒരു നൂറ്റാണ്ടിനുള്ളിൽ നടക്കേണ്ട വികസനം അടൂർ പ്രകാശ് കേരളത്തിൽ ഒരുപക്ഷെ 140 മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്തെത്താൻ സാധ്യതയുള്ള ആദ്യ ഘട്ടത്തിൽ തന്നെ വിജയസാധ്യതയുള്ള ഒരു മണ്ഡലമാണ് കോന്നി. ആ കോന്നിയിലെ വിജയസാധ്യത കണക്കാക്കിയാണ്, അതാണ് മാനദണ്ഡമെന്ന് KPCC പ്രസിഡന്റ് പറയുന്നെങ്കിൽ തീർച്ചയായും അടൂർ പ്രകാശിന് സീറ്റ് നിഷേധിക്കാൻ പാടില്ല. മറ്റൊന്ന്, 4 ചാൻസും 5 ചാൻസും തുടർച്ചയായി മത്സരിച്ചവരെ മാറ്റുകയാണെങ്കിൽ ഇതെല്ലാവർക്കും ബാധകമല്ലേ? ഇത് കേരളത്തിലെ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും രണ്ടുപേരും ചേർന്ന് VM സുധീരനും കൂടെ ചേർന്ന് എടുക്കേണ്ട ഒരു തീരുമാനം വളരെ വൈകിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കി അടൂർ പ്രകാശിനെ പോലെ ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന, വികസനം ഇത്രമാത്രം കൊണ്ടുവന്നിട്ടുള്ള ഒരു നേതാവിനെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം, അവിടെ ബൂത്ത് തലങ്ങൾ മുതൽ കോന്നി നിയോജക മണ്ഡലത്തിലെ പകുതിയിലേറെ പഞ്ചായത്തുകളിൽ ഓരോ ബൂത്ത് കമ്മിറ്റിയിലും പങ്കെടുക്കുന്ന ഒരാളാണ് ഞാൻ. അവിടെ 100, 150, 200, 280 പേരാണ് പങ്കെടുക്കുന്നത്. അവര് ബൂത്ത് തലം മുതൽ DCC വരെ തലത്തിലുള്ള ഭാരവാഹികൾ വരെ അടൂർ പ്രകാശിനല്ല സീറ്റ് എങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും രാജിവെക്കുമെന്ന് സന്നദ്ധത പ്രകടിപ്പിച്ചിരിക്കുന്നു. ഈ വികാരമാണ് ഞാൻ മാധ്യമങ്ങളോട് പങ്കുവച്ചത്. ശ്രീ ഭാനുദേവൻ, ഇത് അടൂർ പ്രകാശിനെ മാത്രം ലക്ഷ്യമിട്ടുള്ള നീക്കമാണ് എന്ന് നമുക്ക് കരുതാൻ വയ്യ. താങ്കൾ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയൊക്കെ VM സുധീരൻ ഇക്കാര്യത്തിൽ ലക്ഷ്യപ്പെടുന്നുണ്ടാവും. പക്ഷേ ആരോപണത്തിൻ്റെ കരുതലിൽ നിൽക്കുന്നവരൊക്കെ മാറി നിൽക്കണം എന്ന് KPCC പ്രസിഡന്റ് പറയുമ്പോൾ അതിൽ K ബാബു ഉണ്ട്, ബെന്നി ബെഹനാനുണ്ട്. തുടർച്ചയായി ജയിക്കുന്നവർ മാറി നിൽക്കണമെന്ന് പറയുമ്പോൾ അതിൽ KC ജോസഫ് ഉണ്ട്. അങ്ങനെ ഒരു കൂട്ടം നേതാക്കളുണ്ട്. അതിൽ അടൂർ പ്രകാശിനെ മാത്രം ലക്ഷ്യം വെച്ച് എന്തെങ്കിലും VM സുധീരൻ ചെയ്യുന്നു എന്ന് അർത്ഥമാക്കേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ഇവര് 3 പേരോടെ ചേർന്ന് ഹൈക്കമാൻഡ്, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീമതി സോണിയാജി ഉണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പട്ടയം കൊടുത്ത ഒരു മന്ത്രിയാണ് റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ അടൂർ പ്രകാശ്. ഒരുപാട് ജനകീയമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം നടപ്പിലാക്കിയിട്ടുണ്ട്. എല്ലാ വില്ലേജ് ഓഫീസുകളിലും സർട്ടിഫിക്കറ്റുകൾ ഈ സർട്ടിഫിക്കറ്റുകളിലൂടെ കിട്ടാനുള്ള സാഹചര്യങ്ങൾ ഒപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം. ഇങ്ങനെ കമ്പ്യൂട്ടർ രംഗത്ത് വില്ലേജ് ഓഫീസുകളെയും മറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെയും അത്തരം കാര്യങ്ങളിലേക്ക് നമുക്ക് പിന്നീട് വരാം. ശ്രീ A. ഷുക്കൂർ, തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഈ ഗ്രൂപ്പ് വൈര്യം ആളിക്കത്തിക്കുന്ന തരത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, ഇത്തരത്തിലുള്ള ചർച്ചകൾ കോൺഗ്രസിന് നല്ലതാണോ? ഇപ്പോൾ പത്തനംതിട്ടയിൽ ഗ്രൂപ്പ് നേതാക്കൾ പരസ്പരം ചേരിതിരിഞ്ഞ് പ്രാദേശിക തലത്തിൽ സംസാരിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി. എറണാകുളം ജില്ലയിലും അത്തരത്തിലുള്ള സംസാരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇത് വേറൊരു തലത്തിലേക്ക് പോകുമ്പോൾ പരസ്യമായി
അത് പ്രതികരണങ്ങളിലേക്കൊക്കെ കടക്കും. ഇപ്പോൾ പത്തനംതിട്ടയിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, അത് AI ഗ്രൂപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരിതിരിഞ്ഞ് സംസാരിക്കുന്നു. ഈ ഗ്രൂപ്പ് വൈരം ആളിക്കത്തിക്കുന്ന തരത്തിൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഈ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നത് കോൺഗ്രസിന് ഗുണകരമാണോ? കോൺഗ്രസിന് ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഗ്രൂപ്പ് വൈരം ആളിക്കത്തിച്ച് പോകുന്നത് ശരിയായതല്ല, അത് നല്ലതിനുമല്ല. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഒരു ഗ്രൂപ്പ് വൈരത്തിന്റെ തീഷ്ണതയിൽ ഒരു തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിലേക്ക് പോകുന്നത് ശരിയല്ല. എന്നാൽ ഗ്രൂപ്പ് കൊണ്ട് പൂർണ്ണമായി അതൊക്കെ മാറ്റിവെച്ചുള്ള പ്രവർത്തനം എന്ന് പറയുന്നതിനും ഒരു 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 അത് അന്തിമമായി ഇതിന് അത് യോജിച്ചതുമല്ല. മറ്റൊന്നും കൊണ്ടല്ല, ഗ്രൂപ്പ് വൈരം ആളിക്കത്തിച്ച് ഒരു സംഘടനാപരമായ സംവിധാനത്തിന്റെ ഭാഗമായുള്ള കാര്യങ്ങളിൽ നമുക്ക് കുറേയൊക്കെ അനുവദിക്കാം. പക്ഷേ ഒരു പൊതു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ട് പോകണം. ഞാൻ മനസ്സിലാക്കുന്നത് ഏതെല്ലാം തരത്തിൽ ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിലും ആ ഗ്രൂപ്പുകൾ വെച്ചുകൊണ്ട് നേതാക്കൾ സംസാരിക്കുമ്പോഴും അത് താഴെത്തട്ടിലേക്ക് പോയി മറ്റൊരു സന്ദേശം കൊടുക്കുന്നത് തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. അത് അപകടകരമാണ്. ആ സത്യം ഞാൻ തുറന്നു പറയുകയാണ്. എന്നാൽ നമുക്ക് ഗ്രൂപ്പിന്റെ ഭാഗമായുള്ള ചർച്ചകൾ നടന്നോട്ടെ, നല്ലതിന് തന്നെയാണ്. ചില നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളാനുള്ള സന്മനസ് പരസ്പരം കാണിക്കണം. ആ നല്ല മനസ്സോടുകൂടി അത് ഉൾക്കൊണ്ട് ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുക്കട്ടെ. അതിനെ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനം നമുക്ക് നല്ലതാണ്. നമ്മൾ ഈ സംവിധാനത്തിൽ UDF-നാണ്. ഇവിടെ മുതിർന്ന പത്രപ്രവർത്തകൻ തന്നെ സൂചിപ്പിച്ചല്ലോ, കോൺഗ്രസിനകത്ത് ഗ്രൂപ്പുകളുണ്ട്. കോൺഗ്രസിനകത്തുള്ള ഇത്തരം കാര്യങ്ങൾ ഏതറ്റം വരെ പോകും, അത് ജനങ്ങളെ ബാധിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും. ആ ജനങ്ങളെ ബാധിക്കാതിരിക്കാൻ ജനങ്ങൾ അതിന്റെ ഭാഗമായി ആ കോൺഗ്രസിനോട് വിരക്തി ഉണ്ടാകുന്ന സാഹചര്യങ്ങളെ ഉണ്ടാക്കാൻ ആരും ശ്രമിച്ചുകൂടാത്തതാണ്. അതാണ് ഇന്ന് അത്യന്താപേക്ഷിതമായി വേണ്ടത്. അതിലേക്ക് വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഹൈക്കമാൻഡ് യുക്തമായ തീരുമാനമെടുക്കുമ്പോൾ ആ യുക്തമായ തീരുമാനം KPCC-യും മറ്റ് നേതാക്കളും സമർപ്പിക്കുന്ന പാനലുകളിൽ നിന്ന് ആ തീരുമാനം അംഗീകരിക്കപ്പെടുമെന്ന കാര്യം സംശയമില്ല. അതിലേക്ക് തന്നെ പോകും. അത് ഗുണകരമായ ഒരവസ്ഥ UDF-ന് ഉണ്ടാകും. INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ R ചന്ദ്രശേഖരൻ, താങ്കൾ കഴിഞ്ഞ ദിവസം ഇന്നലെയും ദില്ലിയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ശ്രീ ഷഫീർ, നേരത്തെ മുതിർന്ന മാധ്യമപ്രവർത്തകൻ P രാജൻ പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. ഒരു ചാർജ് ഷീറ്റില്ല ഇവിടെ. ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത്. K ബാബുവിനെതിരാണെങ്കിലും അല്ലെങ്കിൽ ബെന്നി ബെഹനാനാണെങ്കിലും അടൂർ പ്രകാശിനെതിരെയും ഒക്കെ ആണെങ്കിലും ചില ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ചില ആക്ഷേപങ്ങളാണ് ഉയർന്നു വരുന്നത്. അടൂർ പ്രകാശിൻ്റെ കാര്യത്തിൽ ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ എങ്കിലും നടക്കുന്നുണ്ടെന്ന് പറയാം. മറ്റുള്ള കേസുകളുടെ കാര്യത്തിൽ ഒരു അത്തരത്തിലൊരു കോൺക്രീറ്റ് ആയ ഒരു നിയമ നടപടി ഉണ്ടാകുന്നുമില്ല. അത്തരം ഒരു ഘട്ടത്തിൽ ഒരു പിടിവാശി, ആ പിടിവാശി തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ആദർശത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണെങ്കിൽ പോലും പാർട്ടിയെ ദുർബലമാക്കുകയല്ലേ ഉള്ളൂ? അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം എന്തറിയോ, ഇപ്പോൾ ഈ സർക്കാരിൻ്റെ ഒരു വികസന പരിപ്രേക്ഷ്യം ജനങ്ങൾക്കിടയിൽ വല്ലാതെ സ്വാധീനിച്ച് മുന്നോട്ട് പോകുകയായിരുന്നു. CPM-ൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി യെച്ചൂരി CPM സംസ്ഥാന കമ്മിറ്റിയിൽ പോലും പറഞ്ഞത് വികസനം കൊണ്ട് നിറയ്ക്കാൻ കഴിഞ്ഞു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ UDF ജയിച്ചു എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഇടുത്തി പോലെ കുറേ ഉത്തരവുകൾ ഏകദേശം ജനങ്ങൾക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ KPCC-യിലെ ഒരു നേതാവിനും കഴിയാത്തവണ്ണം കുറേ ഉത്തരവുകൾ പുറത്തു വന്നു. ഇന്നലെ നിങ്ങൾക്കറിയാം, മൂവാറ്റുപുഴയിൽ ഏതോ ഒരു പൊതുപ്രവർത്തകൻ കൊടുത്ത ഹർജിയിന്മേൽ ക്വിക്ക് വെരിഫിക്കേഷന് ഉത്തരവിട്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ പത്തനംതിട്ട കോന്നിയിലെ DCC ഭാരവാഹി ഞങ്ങൾ രാജിവെച്ച് പുറത്തു പോകുന്നതൊക്കെ പറഞ്ഞു. അതൊക്കെ അദ്ദേഹത്തിൻ്റെ DCC ഭാരവാഹിയൊക്കെ നേതാവിനുള്ള കൂറായിരിക്കും, അതിലൊന്നും ഞങ്ങൾക്ക് തർക്കമില്ല. പക്ഷേ ഇവിടുത്തെ പ്രശ്നം ഇത്രയേ ഉള്ളൂ. ആ ഉത്തരവുകൾ ഇറക്കിയപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞെന്താണെന്നറിയോ, നിരവധി ഉത്തരവുകൾ ഒപ്പിട്ടപ്പോൾ ചില ഫയലുകൾ കാണാൻ പറ്റിയില്ല.
ഇങ്ങനെ ബാലിശമായിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന കാര്യത്തിൽ KPCCക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് KPCC അധ്യക്ഷൻ അവിടെ പറഞ്ഞാൽ അത് തെറ്റല്ല. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇവിടെ ഇപ്പോൾ അടൂർ പ്രകാശിനെ പോലുള്ള ആളുകൾ, ശ്രീ കെ ബാബു സാറിനെ പോലുള്ള ആളുകൾ മത്സരിച്ചാൽ അവിടെ വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വരും. പക്ഷേ അവർ മത്സരിക്കുന്നത് കൊണ്ട് മറ്റുള്ള മണ്ഡലങ്ങളിൽ അതിൻ്റെ വിജയസാധ്യതയെ ബാധിക്കുമോ എന്ന് തലനാരിഴ കീറി കോൺഗ്രസിൻ്റെ സെൻട്രൽ കമ്മിറ്റിയിലും കോൺഗ്രസിൻ്റെ സ്ക്രീനിംഗ് കമ്മിറ്റിയിലും KPCC അധ്യക്ഷൻ അതിനകത്ത് സംശയം പ്രകടിപ്പിച്ചു എന്ന് വാർത്തകൾ വന്നാൽ അതിലെന്താണ് തെറ്റ്? ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം. ഇവിടെ ഡൽഹിയിൽ ഷീല ദീക്ഷിത് എന്തെങ്കിലും അഴിമതി കാണിച്ചുകൊണ്ടാണോ ഡൽഹിയിൽ തോറ്റത്? അവിടെ കോമൺവെൽത്ത് ഗെയിംസും 2G സ്പെക്ട്രമൊക്കെ വന്നപ്പോൾ അഴിമതിക്കെതിരായിട്ടൊരു മുന്നേറ്റം വന്നു. ഇവിടെ ഞാൻ ഒരു കാര്യം പറയാം. അഴിമതി ആരോപണത്തിന് വിധേയരായവർ അവർ കുറ്റക്കാരാണെന്ന് ഞങ്ങൾ പറയുന്നില്ല, കുറ്റക്കാരാണെന്ന് ഒരു കോൺഗ്രസ്സുകാരനും പറയില്ല. പക്ഷേ ആരോപണ വിധേയരായവർ ഒന്ന് മാറി നിൽക്കണം. ഞാനിവിടെ വ്യക്തമായി പറയാം, ശ്രീ അടൂർ പ്രകാശ് സാർ 2 തവണ മന്ത്രിയായി, നിരവധി തവണ MLA ആയി. അദ്ദേഹം ഒരു തവണ ഒന്ന് മാറി നിൽക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ രാജിവെച്ച് പുറത്തു പോകുമെന്ന് ആരെയാണ് ഭീഷണിപ്പെടുത്തുന്നത്? ഒരു കാര്യം കൂടി പറയാം. ഫേസ്ബുക്കിൽ ഈ അടൂർ പ്രകാശിനെ കുറിച്ച് വാനോളം പുകഴ്ത്തിയത് കൊണ്ട് പറയുക, ഫേസ്ബുക്കിൽ KPCCയുടെ അധ്യക്ഷയുടെ നിലപാടെടുത്തപ്പോൾ ആ നിലപാടിനെതിരായി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് ശരിയാണ്, അത് പാർട്ടിയുടെ അച്ചടക്കത്തിന് ഗുണകരമാണ് എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പിന്നെ ഇവിടെ മാത്യു കുഴൽനാടൻ ലൈനിലുണ്ട്. മാത്യു കുഴൽനാടനെ പോലെ ഒരു സാമ്പത്തിക വിദഗ്ധൻ, JNUവിൽ പഠിച്ച് കേരളത്തിലെ കോൺഗ്രസിന് വേണ്ടിയിട്ട് ചാനലുകളിൽ ചർച്ചയ്ക്ക് വരുന്നയാൾ, എത്തിക്സ് ഉള്ള ഒരാൾ, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു യുവമുഖം, അദ്ദേഹത്തിനൊരു സീറ്റ് കിട്ടാതെ ഡൽഹിയിൽ നിൽക്കുകയാണ്. ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഈ ഗ്രൂപ്പിൻ്റെ പേരിൽ ബലിയാടായി വർഷങ്ങളായിട്ട് വിറക് വെട്ടികളും വെള്ളം കോരികളായി മാറുന്ന ചെറുപ്പക്കാർക്ക് വേണ്ടി KPCC അധ്യക്ഷൻ അതിനകത്ത് സംസാരിച്ചാൽ അതൊക്കെ കേരളത്തിലെ കോൺഗ്രസിനെ വിജയത്തിലെത്തിക്കാനുള്ള സൂത്രവാക്യത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ പറയാൻ പറ്റൂ. ഞാനൊരു യുവാവ് എന്ന നിലയിൽ ഒരു കാര്യം പറയാം. ഇവിടെ ഇപ്പോൾ പിന്നെ 3-1 സീറ്റുകൾ, ഇപ്പോൾ 30 സീറ്റുകൾ നിശ്ചയിക്കാനുണ്ട്. ചെറുപ്പക്കാർക്ക് അവസരം കിട്ടണം, DCC പ്രസിഡന്റുമാർക്ക് അവസരം കിട്ടണം, ഷുക്കൂർ സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇവിടെ അവസരം കിട്ടണം, അതുപോലെ മാത്യു കുഴൽനാടൻ പോലുള്ള ചെറുപ്പക്കാർക്ക് അവസരം കിട്ടണം. എന്നാൽ മന്ത്രിയാവാനും MLA ആവാനും ഞങ്ങൾ കുറേ പേര് മാത്രം മതി, നിങ്ങൾ കുറേ ആളുകൾ ഇതിനകത്ത് തെരഞ്ഞെടുപ്പ് രംഗത്ത് മാത്രം നിന്നാൽ മതി എന്നുള്ള സമവാക്യങ്ങൾ മാറേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. ആരോപണ വിധേയരായി ജനങ്ങൾക്കിടയിൽ ഈ ഉത്തരവ് ഇന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇറക്കേണ്ടി വന്നത് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയാത്ത ആളുകൾ ഒരു തവണ മാറി നിന്നതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആ കാര്യത്തിൽ VM സുധീരൻ എന്ന് പറയുന്ന ജനപക്ഷ വേഗത്തിൽ മടങ്ങി വരാം. INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ ഇപ്പോൾ ലൈനിലുണ്ട്. ശ്രീ R ചന്ദ്രശേഖരൻ, ദില്ലിയിൽ നടക്കുന്ന ചർച്ചകൾ അത് കാര്യമായി പുരോഗമിക്കാത്തത്, മുന്നോട്ട് പോകാത്തത് ആരുടെ കടുംപിടുത്തം കൊണ്ടാണെന്നാണ് താങ്കൾ കരുതുന്നത്? താങ്കൾ ഇന്നലെ അവിടെ ഉണ്ടായിരുന്നല്ലോ, ഈ ചർച്ചകളിൽ കുറേയൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളാണല്ലോ. ആരുടെ കടുംപിടുത്തം കൊണ്ടാണ് ഇത് മുന്നോട്ട് പോകാത്തത്? ഈ തുടർച്ചയായി ജയിക്കുന്നവർ മാറി നിൽക്കണം, ആരോപണ വിധേയരെ മാറ്റി നിർത്തണം, ഇത്തരം ആവശ്യങ്ങൾ ഉയർന്നു വരുമ്പോൾ താങ്കളെപ്പോലുള്ള നേതാക്കൾ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അല്ല, എനിക്ക് ഈ കാര്യത്തിലുള്ള യാതൊരു അത്ഭുതമുള്ള ആളല്ല. കാരണം കോൺഗ്രസ് പാർട്ടിയെ ശരിക്കും കാലങ്ങളായി നന്നായി മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ കോൺഗ്രസിന്റെ കാലാകാലങ്ങളിലെ നേതൃത്വത്തിന്റെ പ്രത്യേകമായ നിലപാടുകളും വിമർശനങ്ങളും അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അത് സ്വാഭാവികമായും ഇത്രയും വലിയൊരു പാർട്ടിക്കകത്ത് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. അതൊന്നും ഒരു വലിയ വാർത്ത പണ്ട് കാലങ്ങളിലൊന്നും ഇതൊരു വാർത്തയാവുന്നില്ല. ഇപ്പോഴിതൊക്കെ വാർത്തയാകുന്നു. ഇതിലൊരു അത്ഭുതവുമില്ലെന്ന് മാത്രമല്ല, വ്യത്യസ്തമായ അഭിപ്രായങ്ങളും വിശകലനങ്ങളും വന്നതിന് ശേഷം ഉണ്ടാകുന്ന സ്ഥാനാർത്ഥി നിർണയം കോൺഗ്രസിന്റെ നാളെ കൂടുമെന്ന് പറയുന്ന സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം വന്നു കഴിയുമ്പോൾ ഇതെല്ലാം മാറും. ഇതെല്ലാം മാറിക്കൊണ്ട് എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടെന്ന് പറയുന്നതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥികളെ യോഗ്യരായവരെ കണ്ടുപിടിച്ച് നിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടും. ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും. ഒരു സന്ദേഹവും ആർക്കും വേണ്ട. ശ്രീ ചന്ദ്രശേഖരൻ, മുൻകാലങ്ങളിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ഈ രീതിയിൽ തന്നെയാണ്. പക്ഷേ ഇത്തവണ പതിവ് പോലെയാണോ ഇക്കാര്യത്തിൽ ഒരു മാനദണ്ഡം മുന്നോട്ട് വയ്ക്കണമെന്നാണ് KPCC അല്ലെങ്കിൽ പാർട്ടി കോൺഗ്രസ് പറയുന്നത്? ഒരു മാനദണ്ഡം മുന്നോട്ട് വയ്ക്കണമെന്നാണ് KPCCയുടെ അധ്യക്ഷൻ പറയുന്നത്. ഒരു മാനദണ്ഡം വേണമെന്നാണ്. അഴിമതി ആരോപണങ്ങളുടെ നിഴലിൽ നിൽക്കുന്നവർ മാറി നിൽക്കണം, വലിയ തോതിൽ പാർട്ടിക്ക് അല്ലെങ്കിൽ സർക്കാരിന് അവമതിപ്പുണ്ടാക്കിയവരെ ഒഴിവാക്കണം, തുടർച്ചയായി മത്സരിച്ച് ജയിക്കുന്നവർക്ക് അവരുടെ മണ്ഡലങ്ങളിൽ ഒട്ടും സ്വീകാര്യതയില്ല, അവർക്കെതിരെ പോസ്റ്ററുകൾ വരുന്നു, പ്രകടനങ്ങൾ നടക്കുന്നു, അത്തരക്കാർ മാറി നിൽക്കണം, പുതുമുഖങ്ങൾ വരണം, ആരോപണ വിധേയരൊക്കെ മാറി ഒരു ക്ലീൻ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരികയാണെങ്കിൽ അത് UDFന് വലിയ തോതിൽ ഗുണം ചെയ്യും എന്നും അതിനൊരു മാനദണ്ഡം വേണം, ഒരു പൊതു മാനദണ്ഡം വേണമെന്നുമാണ് KPCC പ്രസിഡന്റ് ആവശ്യപ്പെടുന്നത്. അത് പതിവ് പോലെ ഉള്ള ഒരു തർക്കം എന്നതിനപ്പുറത്തേക്ക് അതിന് കുറേയൊക്കെ വേറൊരു മുഖം ഇപ്പോഴില്ലേ ആ തർക്കത്തിന്?
അല്ല, KPCC പ്രസിഡന്റിന് വ്യക്തമായ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ. അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കുണ്ട്, ആഭ്യന്തരമന്ത്രിക്കുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടെല്ലാം ഈ പാർട്ടിയുടെ മേന്മയെ കണക്കാക്കിക്കൊണ്ട് പാർട്ടിയുടെ ആളുകളുടെ സേവനങ്ങളെ അംഗീകരിച്ചുകൊണ്ട് പാർട്ടിയിലെ മന്ത്രിമാരും MLA-മാരും ഒക്കെ നിൽക്കുന്നവരുടെ തെറ്റുകളും ശരികളും എല്ലാം വിലയിരുത്തിക്കൊണ്ട് ഈ പാർട്ടിക്ക് യോഗ്യരായവരെ കണ്ടുപിടിക്കുന്നതിൽ അഭിപ്രായം പറയുന്നത് തെറ്റില്ലെന്നാണ് എന്റെ ശക്തമായ അഭിപ്രായം. അത് മാത്രമല്ല, വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഇരുന്ന് ചർച്ച ചെയ്ത് സോർട്ട് ഔട്ട് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു ടീം പുറത്തേക്ക് വരുമ്പോൾ ആ ടീമിന് കിട്ടുന്ന സ്വീകാര്യത ഭയങ്കരമായ ഒരു പ്ലസ് പോയിന്റ് ആയിരിക്കും പാർട്ടിക്ക് ഉണ്ടാകാൻ പോകുന്നത്. ഇതിനകത്ത് ഓരോ ആളുകളുടെയും വീക്ഷണത്തിൽ കൂടി അവരുടെ ചിന്താശേഷിയിൽ കൂടി അവർ അഭിപ്രായം പറയുകയും ആ അഭിപ്രായങ്ങൾ മറ്റുള്ളവർ കേൾക്കുകയും വിശകലനം ചെയ്യും. ഇതൊരു ജനാധിപത്യ പ്രക്രിയയിലെ ഏറ്റവും നല്ല ഒരു കാര്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം. ശ്രീ മാത്യു കുഴൽനാടൻ, ഈ ചർച്ചകൾ, ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ അങ്ങേയറ്റം ആരോഗ്യകരമായ ചർച്ചകളാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? കാരണം ഈ ചർച്ചകളുടെ റിസൾട്ട് താഴെത്തട്ടിൽ ഇപ്പോൾ തന്നെ പ്രകടമായി തുടങ്ങി. അല്പസമയം മുമ്പ് നമ്മളോട് പത്തനംതിട്ട DCC സെക്രട്ടറി സംസാരിക്കുകയായിരുന്നു. അവിടെ ഐ ഗ്രൂപ്പ് നേതാക്കൾ, ഐ ഗ്രൂപ്പ് പ്രതിനിധികൾ ഇന്ന് പറയുന്നത് ഞങ്ങൾ ബൂത്ത് തലത്തിൽ തൊട്ടുള്ളവർ അടൂർ പ്രകാശിന് സീറ്റ് കിട്ടിയില്ലെങ്കിൽ രാജിവെക്കുമെന്നാണ്. അതിനെതിരെ എ ഗ്രൂപ്പ് നേതാക്കൾ അവിടെ പ്രാദേശിക തലത്തിൽ രംഗത്ത് വന്നു കഴിഞ്ഞു. പത്തനംതിട്ട ജില്ലയിൽ രംഗത്ത് വന്നു കഴിഞ്ഞു. അവിടെ മോഹൻരാജിൻ്റെ പേര് വളരെ ബുദ്ധിപൂർവ്വം ആ മണ്ഡലത്തിലേക്ക് VM സുധീരൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ഈ രീതിയിൽ ഉള്ള ചർച്ചകളാണ് ദില്ലിയിലെ നിങ്ങളൊക്കെ നടത്തുന്ന ചർച്ചകളുടെ ഭാഗമായി കേരളത്തിൽ നടക്കുന്നത്. പാർട്ടിക്ക് ഗുണകരമാണോ ഇത്തരം നടക്കുന്ന ചർച്ചകൾ? ആരോഗ്യകരമായ ചർച്ചകളാണോ ഈ വിഷയത്തിൽ ദില്ലിയിൽ നടക്കുന്നത്? അല്ല, ഇത് ബഹുമാനായ ശ്രീ ചന്ദ്രശേഖരൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതുപോലുള്ള ചർച്ചകൾ ഇതിനു മുമ്പും പതിവായി നടക്കുന്നതാണ്. അതൊന്നും ഇതുപോലെ വാർത്തയാകാറില്ല, അല്ലെങ്കിൽ ഇതിനോട് അങ്ങനെ പെട്ടെന്ന് പ്രതികരിക്കുകയും ആ പ്രതികരണങ്ങൾ വീണ്ടും ഇങ്ങനെ മാധ്യമങ്ങൾ വരികയോ ഒന്നും ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടാകാതിരുന്നുകൊണ്ടാണ്. സ്വാഭാവികമായിട്ടും ഏതെങ്കിലും മണ്ഡലത്തിൽ ഏറെ കാലമായി സിറ്റിംഗ് MLA ആയിട്ടുള്ള അല്ലെങ്കിൽ മുതിർന്ന ആരെങ്കിലും മാറുന്നു എന്ന് പറയുമ്പോൾ പ്രവർത്തകർക്ക് അതിന്റെ തിറ്റാഭംഗം ഉണ്ടാവുകയോ അല്ലെങ്കിൽ അതിന്റെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയോ അതവർ പ്രകടിപ്പിക്കുകയോ ഒക്കെ ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഇപ്പൊ പാർട്ടി തീരുമാനത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഉള്ള ഒരു ഒരു ഗൗരവത്തിൽ അതിനെ കണ്ടാൽ മതി എന്നുള്ളതാണ് എന്റെ പക്ഷം. കാരണം തീർച്ചയായിട്ടും ഇതുപോലുള്ള പ്രകടനങ്ങളോ പ്രതികരണങ്ങളോ ഒക്കെ കോൺഗ്രസിൽ മാത്രമല്ല, ഈവൻ CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനത്തിൽ നമ്മൾ കണ്ടു. അപ്പോ ഇതൊക്കെ പ്രവർത്തകരുടെ വികാര പ്രകടനം അതിൻ്റെ ഉണ്ടാകും. പക്ഷെ അതൊന്നും ഒരു ഫൈനൽ തീരുമാനം എത്തുന്നതിന് മുമ്പുള്ള അല്ലെങ്കിൽ വളരെ പ്രിമച്ചറായിട്ടുള്ള ഒരു പ്രതികരണങ്ങൾ എന്ന് കണ്ടാൽ മതി. ഇത് ഒടുവിൽ നേതാക്കന്മാർ ഒന്നിച്ച് ഒരു തീരുമാനമെടുത്ത് ഒരു സ്ഥാനാർത്ഥി പട്ടിക അനൗൺസ് ചെയ്യുമ്പോൾ കേരളത്തിലെ എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും അത് ഒന്നുപോലെ ഏറ്റെടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. അതുകൊണ്ട് ഇതൊന്നും ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങളല്ല. ഇതൊക്കെ ഈ പ്രക്രിയയുടെ സ്വാഭാവികമായ അല്ലെങ്കിൽ ഒരു സ്വാഭാവിക പ്രക്രിയയുടെ ഭാഗമായി തന്നെ കണ്ടതാണ്. ശ്രീ P. രാജൻ, താങ്കൾക്ക് ഈ മൂന്ന് നേതാക്കളെ അറിയാം, നന്നായി അറിയാം. രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയെയും VM സുധീരനെയും താങ്കൾക്കറിയാം. ഇവരുടെ നിലപാടുകൾ, ഇവരുടെ സ്വഭാവത്തിലെ കാർക്കശ്യം, ഇതിൽ ആരുടെ നിലപാടിന് കുറച്ച് സ്വീകാര്യത കൂടുതൽ ലഭിക്കാനാണ് ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തുനിന്നും സാധ്യത എന്നാണ് താങ്കൾ കരുതുന്നത്? ഇവരൊക്കെ ഉന്നയിക്കുന്നത് ഒരാൾ ജയസാധ്യതയെപ്പറ്റി പറയുമ്പോൾ മറ്റൊരു നേതാവ് കേരളത്തിൽ പുതിയ സർക്കാർ UDF-ന്റെ തന്നെ ഗവൺമെൻറ് ഉണ്ടാകുന്നതിനുള്ള ഒരു പൊതു മാനദണ്ഡം വേണമെന്ന് പറയുന്നു. ഈ നിലയിലുള്ള ചർച്ചകളാണ് നടക്കുന്നത്. ഇതിൽ ആരുടെ നിലപാടിനായിരിക്കും ഹൈക്കമാൻഡ് ചെറിയൊരളവിലെങ്കിലും കൂടുതൽ പ്രാധാന്യം നൽകുക എന്നാണ് താങ്കൾ കരുതുന്നത്? അങ്ങനെയല്ല ഞാൻ കരുതുന്നത്. ഈ കേരള സർക്കാരിനെ ഏത് വിധേനയും രക്ഷിക്കുക എന്ന നിലപാടിന് അനുകൂലമായി എന്താണ് ചെയ്യേണ്ടതെന്ന് ഹൈക്കമാൻഡ് വിചാരിക്കുന്നുവോ അതായിരിക്കും നടപ്പാകുക. കാരണം കേരളത്തിൽ ഒരു സർക്കാരിനെ ബലി കഴിക്കാവുന്ന ഒരു തീരുമാനവും അറിഞ്ഞുകൊണ്ട് കേന്ദ്ര നേതൃത്വം എടുക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ സാധ്യതയില്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തെ പോലെ തന്നെയാണത്. അവർക്ക് അത് ത്യാഗം ചെയ്യാൻ പറ്റിയ ഒരു അവസരമല്ല. പിന്നെ നിങ്ങൾ ഈ പറയുന്ന ഗ്രൂപ്പ് വഴക്കും ഇതും ഒരേപോലെ കൂട്ടിക്കെടുപ്പിക്കരുത്. കാരണം ഇപ്പോൾ നേരത്തെ പറഞ്ഞത് റവന്യൂ മന്ത്രിയുടെ ഉത്തരവുകളും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ദോഷകരമായ ഉത്തരവുകൾ പുറപ്പെടുവിച്ചു എന്ന ആരോപണമുള്ള അതേ സമയത്ത് തന്നെ ആ ഉത്തരവ് അതിൻ്റെ ചുമതല മുഖ്യമന്ത്രി ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് മാത്രമല്ല, അടുത്ത തെരഞ്ഞെടുപ്പിൽ പൊതുവെ ഐക്യജനാധിപത്യത്തിന് മുന്നോട്ട് പോകുന്നത് എന്താണ്? ഭരണ തുടർച്ച എന്ന മുദ്രാവാക്യമാണ്. ആ ഭരണ തുടർച്ച എന്ന മുദ്രാവാക്യം ഉമ്മൻചാണ്ടിയെ മാറ്റി നിർത്തിക്കൊണ്ട് സാധ്യമല്ല. അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണ തുടർച്ച തന്നെയാണ്. നിങ്ങൾ ഐക്യജനാധിപത്യ മുന്നണിയാണ് എന്ത് പറഞ്ഞാലും അത് ജനങ്ങളുടെ മുമ്പിലുമല്ല. ഇന്ന് വന്നു കഴിഞ്ഞതും ഉമ്മൻചാണ്ടിയുടെ ഭരണ തുടർച്ച തന്നെയാണ്. അതുകൊണ്ട് ഉമ്മൻചാണ്ടി ഏകപക്ഷീയമായി തഴഞ്ഞു കളയാനും കേന്ദ്ര സർക്കാരിന് കേന്ദ്ര നേതൃത്വത്തിന് സാധ്യമല്ല.
നിങ്ങൾ പറയുന്ന ഗ്രൂപ്പ് വഴക്കിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ എങ്ങനെയാണ് ശരിയാകുന്നത്? ഇപ്പോൾ പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം ഐ ഗ്രൂപ്പുകാർ റവന്യൂ മന്ത്രിയുടെ പിന്നിൽ ഉറച്ചു നിൽക്കുകയും പകരമായി ഒരു എ ഗ്രൂപ്പുകാരനെ അവിടെ സ്ഥാനാർത്ഥിയാകാൻ നിർദ്ദേശിക്കുകയും ചെയ്തു എന്ന് പറയുന്ന അതേ ഘട്ടത്തിൽ തന്നെ ഉമ്മൻചാണ്ടി ചെയ്യുന്നത് എന്താണ്? അവിടെ എ ഗ്രൂപ്പല്ല, ഉമ്മൻചാണ്ടി തൻ്റെ റവന്യൂ മന്ത്രിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത്ര എളുപ്പത്തിൽ ഉള്ള ഒരു ഗ്രൂപ്പ് വഴക്കല്ല ഇത്. നമ്മൾ അതാത് കാലത്ത് അപ്പപ്പോൾ തോന്നുന്ന ദിവസം ഒരു ദിവസം പറയുന്നതനുസരിച്ച് എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമല്ല ഇത്. ജയസാധ്യത നോക്കി തന്നെ ആയിരിക്കും കേന്ദ്രം തീരുമാനമെടുക്കുന്നത്. ജയസാധ്യത നോക്കുമ്പോൾ ഈ പ്രാതിനിധ്യവും നേരത്തെ എൻ്റെ യുവ സുഹൃത്തുക്കൾ പറഞ്ഞ പോലെ അവരുടെ പ്രാതിനിധ്യത്തിനുള്ള അവകാശവാദം ശരി തന്നെയാണ്. പക്ഷേ ആ സുഹൃത്ത് ഏതാണ്ട് ചാനലിൽ അദ്ദേഹത്തിൻ്റെ വികാരം ഇങ്ങനെ ക്ഷോഭം മുമ്പ് ഞാൻ പ്രകടിപ്പിക്കുന്ന അത്ര ഇത്തിരി കൂടിപ്പോയി. സാധാരണ ഒരു പാർട്ടിയിൽ പറയേണ്ട കാര്യങ്ങൾ അദ്ദേഹം പ്രകടിപ്പിച്ചു. ആ പ്രകടിപ്പിച്ച കാര്യങ്ങൾ തെറ്റൊന്നുമല്ല. പക്ഷെ അത് കേന്ദ്ര നേതൃത്വം പരിഗണിക്കേണ്ടി വരും. അതല്ലാതെ എൻ്റെ ആക്ഷേപം, എനിക്ക് ചെറിയ ഒരു ആക്ഷേപം, സുധീരൻ്റെ നിലപാട് ഈ 4 സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അദ്ദേഹം അങ്ങനെ പരസ്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു ഇല്ലായ്മ നേതൃത്വം ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. കാരണം അഴിമതി ആരോപണമാണെങ്കിൽ ഒന്നുകിൽ ചാർജ് ഷീറ്റ് കൊടുത്തതായിരിക്കണം, അതല്ലെങ്കിൽ ചുരുങ്ങി ഇത് വിജിലൻസ് ഒരു അന്വേഷണങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ മാനദണ്ഡം എല്ലാവർക്കും ബാധകമാകണം. അങ്ങനെയല്ല. അപ്പോൾ പിന്നെ ബെന്നി ബെഹനാൻ ഏത് മാനദണ്ഡ പ്രകാരം ബെന്നി ബെഹനാനെതിരായി ഉന്നയിക്കുന്നു എന്നുള്ള ചോദ്യം വരും. അഴിമതി ആരോപണം നടത്തിയ ചിലവരെ മാത്രം മാറ്റി നിർത്തിയാൽ അവർ കുറ്റം സമ്മതിക്കുന്ന പോലെയുള്ള ആക്ഷേപത്തിനിട വരും. ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ് പൊതു മാനദണ്ഡ പ്രകാരമേ സ്വീകരിക്കാവൂ. നിർഭാഗ്യവശാൽ അങ്ങനെ ഒരു പൊതു മാനദണ്ഡം സ്വീകരിക്കുന്ന നിലപാടല്ല എൻ്റെ സ്നേഹിതൻ ശ്രീ സുധീരൻ എടുത്തിട്ടുള്ളത് എന്നതുകൊണ്ടുകൂടി കുറച്ച് കുഴപ്പമുണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ ആയാലും ഞാൻ ഈ പറയുന്ന പോലെ അവസാനത്തെ ഹൈക്കമാൻഡ് തീരുമാനത്തിനനുസരിച്ച് കോൺഗ്രസ്സുകാർ വഴങ്ങുകയും ആരെങ്കിലും പ്രതീക്ഷിക്കുന്നെങ്കിൽ അത്ര വലിയൊരു പൊട്ടിത്തെറി ഇല്ലാത്ത വിധത്തിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യും. ശ്രീ എ ഷുക്കൂർ, താങ്കൾ ഇപ്പോൾ വാർത്ത കാണുമ്പോൾ മനസ്സിലാകും നാളത്തെ യോഗം മാറ്റിവെക്കാൻ സാധ്യതയുള്ളതായാണ് സൂചനകൾ വരുന്നത്. ഒരു തരത്തിലുള്ള ഒരു സമവായ സാധ്യതയും രൂപപ്പെട്ടു വരുന്നില്ല എന്നതാണ് വസ്തുത. ആരെയെങ്കിലുമൊക്കെ ബലി കൊടുക്കാതെ, ആരെയെങ്കിലുമൊക്കെ ഒഴിവാക്കാതെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടില്ല എന്ന് ഏതാണ്ട് ഇപ്പോൾ ഉറപ്പിക്കാൻ സമയമായില്ലേ? വിജയകുമാർ, അത് തെരഞ്ഞെടുപ്പ് സമിതി ഇന്ന് നിരന്തരമായി സ്ക്രീനിംഗ് കമ്മിറ്റി കൂടി. ഇനി അവസാനമായി കൂടേണ്ടത് തെരഞ്ഞെടുപ്പ് സമിതിയാണ്. ആ തെരഞ്ഞെടുപ്പ് സമിതിയിലേക്ക് വരുന്നതിന് മുമ്പ് സമവായമുണ്ടാക്കാനുള്ള പ്രവർത്തനമാണ് നടക്കാൻ പോകുന്നത്. ആ സമവായമുണ്ടാക്കുന്ന പ്രക്രിയയാണ് ഇന്നിപ്പോൾ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷം നടന്നുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ടാണല്ലോ ഹൈക്കമാൻഡിന്റെ ഉന്നതരായ നേതാക്കൾ കേരളത്തിലെ നേതാക്കളുടെ സാന്നിധ്യത്തിൽ മറ്റ് ഘടകകക്ഷി നേതാക്കന്മാരുമായി ടെലിഫോണിൽ കൂടെ സമ്പർക്കം പുലർത്തുന്നത്. ഏത് തരത്തിലാണ് നമുക്കതിനകത്ത് ഒരു സമവായത്തിലൂടെ ഒരു ഏകകണ്ഠമായ ഒരു ലിസ്റ്റിലേക്ക് വരാൻ കഴിയുക? അത് ഘടകകക്ഷികളുടെ കൂടി ചില താല്പര്യങ്ങളുണ്ട്. അത് അന്തിമമായി പരിഹരിച്ചു എന്ന് പറയത്തക്ക വണ്ണമാക്കാനുള്ള നടപടികളുടെ പ്രക്രിയയാണ്. അപ്പോൾ അതിൻ്റെതായ സമയം ചിലപ്പോൾ വേണ്ടിവരും. ആ സമയമെടുക്കുന്നത് കൊണ്ട് വരാൻ പോകുന്ന പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിക്കാൻ അന്തിമമായി കൂടേണ്ട തെരഞ്ഞെടുപ്പ് സമിതി അത് ഹൈക്കമാൻഡിന്റെ അന്തിമമായ കയ്യൊപ്പോടുകൂടി അത് പുറത്തേക്ക് വരണം. അതിനു വേണ്ടിക്കൂടിയാണ് ആ സമവായ ചർച്ച നാളെ കൂടി നടക്കട്ടെ എന്നുള്ളതായിരിക്കാം ഹൈക്കമാൻഡ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അല്ലാതെ മറ്റൊരു തരത്തിലേക്ക് പോയി ഏതാണ്ട് അന്തിമമായി പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല എന്ന ചിന്തയല്ല. എന്തിനും അതിൻ്റെതായ പോംവഴികളുണ്ട്. 3 നേതാക്കളെയും കൂടെ കൂട്ടിയിരുത്തി അത്തരം ചർച്ച ആരംഭിച്ചതായിട്ടാണ് ഞാനും മനസ്സിലാക്കുന്നത്. അതായാലും ഹൈക്കമാൻഡും ഘടകകക്ഷികളുടെ കാര്യത്തിലും ഇടപെടുന്നുണ്ട്. അത് അവരെയും രമ്യമായി അവരുടെ പരാതികളും പ്രശ്നങ്ങളും പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ചിന്തയും കൂടി ഉണ്ട് എന്നാണ് ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയാണ്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു റോൾ വഹിക്കുന്നുണ്ട്. കാരണം മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾ അവരുടെ സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പ് രംഗത്ത് അവർ സജീവമാവുകയും ചെയ്തൊരു ഘട്ടമാണ്. ശ്രീ ഷഫീർ,
ആരെയെങ്കിലും താങ്കൾ വിചാരിക്കുന്നുണ്ടോ VM സുധീരൻ ഇതുവരെ ഉന്നയിച്ച ആവശ്യങ്ങളൊക്കെ മാറ്റി ഈ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും? ഈ പറഞ്ഞ അടൂർ പ്രകാശിൻ്റെയും കെ ബാബുവിൻ്റെയും ബെന്നി ബെഹനാൻ്റെയും ഒക്കെ മണ്ഡലത്തിൽ VM സുധീരൻ അവർക്ക് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ചെറിയ വാക്കുകളിൽ. കേരളത്തിലെ KPC പ്രസിഡന്റ് ഏതെങ്കിലും ഒരു നേതാവിനെ പിറകിൽ നിന്ന് കുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, ഏതെങ്കിലും ഒരു മണ്ഡലത്തിലെ വിജയസാധ്യത മാത്രം നോക്കിയാൽ പോരല്ലോ KPC പ്രസിഡന്റ്. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലെയും UDF സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടി ഉള്ള മാനദണ്ഡങ്ങളും അതിനുവേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും നടത്താൻ ബാധ്യസ്ഥനാണ് അദ്ദേഹം. അത് ചെയ്യും. ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയിൽ ബഹുമാനായ ശ്രീ AK ആന്റണി സാറുണ്ട്. അദ്ദേഹം പറഞ്ഞാൽ കേൾക്കാത്തവരൊന്നും അല്ല ഇവിടുത്തെ നേതാക്കന്മാർ. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ യുവാക്കളുടെ പ്രപ്പോസലുണ്ട്, മഹിളകളുടെ പ്രപ്പോസലുണ്ട്, DCC പ്രസിഡന്റുമാരുടെ പ്രപ്പോസലുണ്ട്, അതുപോലെ തന്നെ പുതുമുഖങ്ങളുടെ പ്രപ്പോസലുണ്ട്, ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാനദണ്ഡങ്ങൾ വേണമെന്നും വേണ്ട എന്നും പറയുന്നവരുടെ പ്രപ്പോസലുണ്ട്. ഇതെല്ലാം കൂടി സമഞ്ജസമായി സമ്മേളിച്ചുകൊണ്ട് ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥയിൽ കാര്യങ്ങൾ നീങ്ങും. ഒരു സംശയവും വേണ്ട, കേരളത്തിൽ ഏറെ ചെറുപ്പക്കാർക്കും ഏറെ പുതുമുഖങ്ങൾക്കും അവസരം കിട്ടുന്ന ഒരു കോൺഗ്രസ് പട്ടിക നാളെ കഴിയുമ്പോൾ പുറത്തിറങ്ങുമെന്ന് ഞങ്ങളെപ്പോലുള്ള യുവാക്കൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് അഴിമതി ആരോപണങ്ങൾക്ക് വിധേയരായവർ മാറി നിൽക്കണം എന്ന് ഹൈക്കമാൻഡ് ഉൾപ്പെടെയുള്ളവർക്ക് തോന്നിയാൽ ചില ആളുകൾക്ക് മാറി നിൽക്കേണ്ടി വരും. അതല്ല, പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി തെരഞ്ഞെടുപ്പിലെ ഓരോ മണ്ഡലത്തിലെയും വിജയസാധ്യതകൾ കണക്കാക്കിക്കൊണ്ട് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കണമെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് കാര്യങ്ങൾ നീങ്ങും. ഒരു സംശയവും വേണ്ട, അരുവിക്കരയിലെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിശ്ചയിച്ചപ്പോൾ യുവാക്കളെല്ലാം വല്ലാതെ പ്രതിഷേധിച്ചു. പക്ഷേ പിന്നീട് സ്ഥാനാർത്ഥി കളത്തിൽ വന്നപ്പോൾ എല്ലാ ആളുകളും കൂടി ഒറ്റക്കെട്ടായി, ഗ്രൂപ്പ് വ്യത്യാസം കൂടാതെ ഒറ്റക്കെട്ടായി ഇടിവണ്ടിയെ പോലെ. ശരിയാണ് ഷഫീർ, കോൺഗ്രസിന് തിരക്കിട്ട ചർച്ചകൾ തുടരുകയാണ്. നാളെയോടുകൂടി കുറെ കൂടി വ്യക്തമായ ഒരു ചിത്രം ഇക്കാര്യത്തിൽ ലഭിക്കുമെന്ന് നമുക്ക് കരുതാം. ചർച്ചയിൽ പങ്കെടുത്ത A ഷുക്കൂർ, ശ്രീ ഷഫീർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ P രാജൻ, ഒപ്പം ഭാനുദേവൻ, R ചന്ദ്രശേഖരൻ, മാത്യു കുഴൽനാടൻ, എല്ലാവർക്കും നന്ദി.